بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സുന്നത്തും തർബിയത്തും എന്നത് നമ്മളുടെ പ്രത്യേക സാഹചര്യത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലഘട്ടത്തിൽ സുന്നത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ പല ആളുകളുടെയും മനസ്സിൽ പലതരത്തിലുള്ള ആശങ്കകൾ ഉയരുകയാണ്. അതിൻ്റെ കൂടെ തർബിയത്ത്, ഒരു സമൂഹത്തിൻ്റെ സംസ്കരണം എന്നാണ് തർബിയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതെങ്ങനെയാണ് സുന്നത്തിലൂടെ സാധ്യമാവുക എന്ന് ഒരുപക്ഷെ പരിഹാസ രൂപത്തിൽ തന്നെ ചോദിച്ച ആളുകളുണ്ട്. ഈ എളിയ സുഹൃത്ത് ജിദ്ദയിൽ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ നോട്ടീസുകൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ അത് പ്രചരിപ്പിക്കുന്ന സുഹൃത്തുക്കൾക്ക് പലപ്പോഴും കമൻ്റായി പല രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വരാറുണ്ട്. അവയൊക്കെ വായിച്ചാൽ ഇവിടെ എത്തിയിട്ടുള്ളൂ മുസ്ലിം സമുദായം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ ആശ്ചര്യകരമാണ്. ഹദീസുകളാണ്, സുന്നത്തുകളാണ് മുസ്ലിം സമുദായത്തെ പിന്നോട്ട് വലിക്കുന്നത്. നമ്മളീ കാണുന്ന രൂപത്തിലുള്ള ഭംഗിയില്ലാത്ത രൂപം അത് സുന്നത്ത് പകർത്തിയോണ്ട് ലഭിച്ചതാണ്. നല്ല സുമുഖന്മാരായി താടിയും മീശയുമൊക്കെ ക്ലീൻ ചെയ്ത് നല്ല ആധുനിക വേഷം ധരിച്ച് സന്തോഷത്തോടുകൂടി നടക്കേണ്ട ചെറുപ്പക്കാരെ വികൃതമായ ഒരു താടി, അവരുടെ ഭാഷയാണ്, അത് നീട്ടി വളർത്തി വസ്ത്രം നെരിയാണിക്ക് മുകളിൽ വെട്ടിമുറിച്ച് നടക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് അവർ ആശങ്കിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിഷ്ടപ്പെട്ട വേഷം ധരിച്ച് അങ്ങാടികളിലും കോളേജ് ക്യാമ്പസുകളിലുമൊക്കെ ചുറ്റിക്കറങ്ങേണ്ട പെൺകുട്ടികളെ പർദ്ദ ധരിപ്പിച്ച്, അതിനെപ്പറ്റിയുള്ള പ്രയോഗങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ വൈറലുകളാണ്. ഓരോരുത്തർ പർദ്ദയെപ്പറ്റി പ്രസ്താവിച്ചത്, ഓരോരുത്തരെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാമിക അഖീദ മനസ്സിലാക്കുകയും അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരുടെ അടുത്ത്, അതല്ലാതെ നിരീശ്വരവാദികളെ സംബന്ധിച്ചല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. നല്ല തറവാട്ടിൽ ജനിച്ച, ഇസ്ലാമിനെ സംബന്ധിച്ചറിയാൻ മാർഗമുള്ള പണ്ഡിതന്മാരുടെയും പ്രബോധകന്മാരുടെ കൂടെയും സമയം ചെലവഴിക്കാൻ ലഭിക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ മുഖരൂപങ്ങളായി ഇതര സമൂഹങ്ങളും മറ്റ് വാർത്താമാധ്യമങ്ങളുമൊക്കെ വീക്ഷിക്കുന്ന ആളുകൾ പോലും ഇസ്ലാമിക വേഷത്തിനെതിരെ, പർദ്ദയ്ക്കെതിരെ, ഇസ്ലാമിക സംസ്കാരത്തിനെതിരെ പ്രതികരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അത്തരക്കാരിൽ ഒരാൾ പറഞ്ഞത്, ഞാൻ വ്യക്തികളെ ഇകഴ്ത്താൻ വേണ്ടിയല്ല, നമ്മളുടെ അപജയം എവിടെ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, നമ്മളറിയാതെ തന്നെ. അദ്ദേഹം അടുത്തിടെ പറയുകയുണ്ടായത്, വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമല്ല ഞാൻ ജീവിതം പഠിക്കുന്നത്, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഞാൻ നോക്കുന്നത് ഭൂമിയിലേക്ക് കൂടിയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അതിൻ്റെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കില്ല അദ്ദേഹം അത് പറഞ്ഞിരിക്കുക എന്ന് നമ്മൾ ആശിക്കുകയാണ്. അതല്ലെങ്കിൽ അത്തരമൊരു വാക്ക് പറയുന്നതോടുകൂടി ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നമ്മളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തീരുമാനം കണ്ടെത്തേണ്ടവരാണ് നമ്മൾ. അങ്ങനെയുള്ള വ്യക്തികൾ പറയുകയാണ്, ഞാൻ അങ്ങനെയല്ല നോക്കുന്നത്, ഞാൻ ജീവിതത്തിലേക്ക് കൂടി നോക്കി അവിടെ നിന്നാണ് എൻ്റെ തെളിവുകൾ സ്വീകരിക്കുന്നത് എന്ന് മുസ്ലിം സമുദായത്തിൽ പിറന്ന ഒരു വ്യക്തി പറയുമ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള അജ്ഞതയാണ് അവിടെ തുറിച്ചു കാണുന്നത്. അതേപോലെ തന്നെ വേറൊരു പ്രബോധകൻ, അദ്ദേഹം ഈ റിയാദിൽ വെച്ചാണ് ആ പ്രസ്താവന കൊടുത്തതായി പത്രങ്ങളിൽ വായിക്കാനിടയായത്. മുസ്ലിം സമൂഹം, ഇസ്ലാമിക സൊസൈറ്റി ഇതര സമൂഹങ്ങളുമായുള്ള ബന്ധത്തിൽ വന്നിട്ടുള്ള ശരീഅത്തിലെ നിയമങ്ങൾ ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കണം എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായതായി പത്രങ്ങളിൽ വായിച്ചത്. അദ്ദേഹം ഇവിടെ സ്ഥലത്തുള്ള സമയത്ത് തന്നെയാണ് അത് പത്രങ്ങളിൽ അച്ചടിച്ചു വന്നത്. അദ്ദേഹം അത് വായിച്ചിരിക്കും.
അത് അംഗീകരിച്ചിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇസ്ലാമിക ശരീഅത്തിൽ ഇതര സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ഒരുപാട് പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. ഇന്ന് ആനുകാലിക സമൂഹത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയ്ക്ക് കാരണം പഴഞ്ചനായ ഒരുപാട് ശരീഅത്തിലെ നിയമങ്ങളാണ്. പ്രത്യേകിച്ച് അത് ആവിഷ്കരിച്ചിട്ടുള്ളത് ഹദീസുകളിൽ നിന്നും സുന്നത്തുകളിൽ നിന്നുമാണ് എന്നാണ് അതിൻ്റെയൊക്കെ ധ്വനി. ഇവിടെ ഒരുപാട് ആശങ്കകൾ ഉയരുകയാണ്. ഹദീസ് ഈ സുന്നത്തൊക്കെ വ്യാപകമായതിനു ശേഷമാണ് ആളുകളിങ്ങനെ പ്രാകൃത രൂപം സ്വീകരിച്ച് വളരെ പരുഷ പ്രകൃതക്കാരായി മാറിയിട്ടുള്ളത് എന്ന് ചിലരുടെയെങ്കിലും മനസ്സിൽ ആശങ്കയില്ലാതില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഹദീസ് എന്ന് നമ്മൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ആരാണ് പ്രവാചകൻ? അതിലൂടെ നമ്മളുടെ സംസ്കരണവും തർബീയത്തും സാധ്യമാവുമോ എന്നുള്ളത് നമ്മൾ ആദ്യം ആ ആശങ്ക ആദ്യം ദൂരീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറഞ്ഞ ആയത്ത് നമ്മൾക്ക് ഇപ്രകാരം മനസ്സിലാക്കാൻ പറ്റും. വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു തെരഞ്ഞെടുത്തതിനെ ഒരു അനുഗ്രഹം റസൂലിന് ചെയ്തതായി അല്ലാഹു തആല എണ്ണി പറയുകയാണ്. സാധാരണ ഒരു മനുഷ്യനെ, ഒരു അധ്യാപകനെ ഒരു മാതൃകാ പുരുഷനായിട്ടല്ല, അങ്ങനെയുള്ള ഒരു മാതൃകാ പുരുഷനായിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. മറിച്ച് ലോകത്തിന് മുഴുവൻ മാതൃകയായി, ചോദ്യം ചെയ്യപ്പെടാതെ അനുസരിക്കേണ്ട നേതാവായി, അതോടൊപ്പം നമ്മളുടെ മനസ്സിൻ്റെ അകത്തട്ടിൽ നിന്ന് സ്നേഹിക്കേണ്ട ഒരു പ്രവാചകനായിട്ടാണ്. പ്രവാചക സ്നേഹം എന്ന വിഷയം ഇവിടെ വരാനുണ്ട്. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതൃകയായി കാണുമ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീട്ടിയ താടി പോലെ നമ്മളുടെ മുഖത്ത് താടി രോമങ്ങൾ വളരുകയുള്ളൂ. അതല്ല കേവലം ഒരു അറബി അധ്യാപകൻ, ശരീഅത്ത് നിയമം പഠിപ്പിക്കുന്ന ഒരാൾ സ്കൂളിലൊക്കെ കുട്ടികൾ കോളേജുകളിൽ പഠിക്കാറുണ്ടല്ലോ, മാത്തമാറ്റിക്സ്, രസതന്ത്രം, അങ്ങനെ ഒരുപാട് ശാസ്ത്രീയ മേഖലകൾ, ശാസ്ത്ര മേഖലകൾ. ആ രൂപത്തിൽ ഒരു അറബി അധ്യാപകൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അതിൽ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം എന്ന നിലപാടാവരുത്. യഥാർത്ഥത്തിൽ എന്താണ് പ്രവാചകത്വം? മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തെ തന്നെ ചോദ്യം ചെയ്തത് നമ്മൾക്ക് വിശുദ്ധ ഖുർആനിലൂടെ പഠിക്കാൻ പറ്റും. അവർ പറഞ്ഞത് വഖാലു ലൗലാ നുസില ഹാദൽ ഖുർആൻ ലൗലാ ഉൻസില ഹാദൽ ഖുർആൻ അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം. അവർ ചോദിച്ച ചോദ്യമാണ്, ഞങ്ങൾക്ക് മാതൃകാ പുരുഷനായി ഒരാളെ നിയോഗിക്കണമെങ്കിൽ എന്തുകൊണ്ട് മക്കയിൽ ആട് മേച്ച് നടന്ന ദരിദ്രനായ അനാഥനായ മുഹമ്മദിനെ അള്ളാഹു തിരഞ്ഞെടുത്തു? ലൗലാ ഉൻസില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയതൈനി അളീം. അങ്ങനെ ഒരു ദൂതനായി മാതൃകാ പുരുഷനായി നിയോഗിക്കണമായിരുന്നുവെങ്കിൽ അള്ളാഹു എന്തുകൊണ്ട് തായിഫിലെ ഒരു സമ്പന്നനെ, അതല്ലെങ്കിൽ മക്ക നഗരത്തിലെ ഒരു സമ്പന്നനെ നിയോഗിച്ചില്ല എന്നവർ ചോദിക്കുകയാണ്. കാരണം അവർക്കറിയാമായിരുന്നു ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി സഹാബികൾ ഏത് രൂപത്തിലാണ് ആ പ്രവാചകത്വം മനസ്സിലാക്കിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബികളുടെയും ജീവിതം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത അഭിനിവേശം, അതുണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു വിശ്വാസിയുടെ ഈമാൻ പരിപൂർണമാവുക. അതല്ലാതെ കേവലം ഒരു അധ്യാപകൻ, കേവലം കുറേ നിയമങ്ങൾ പഠിപ്പിച്ച, വിശുദ്ധ ഖുർആൻ വിശദീകരിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച അധ്യാപകൻ എന്ന രൂപത്തിലല്ല. അത് ശരിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്കൊരു ബന്ധം വിശ്വാസികളും അവരുടെ നേതാവായ പ്രവാചകനും തമ്മിലുണ്ടായിരിക്കണം. അത് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള ചിന്താഗതികൾ മനുഷ്യന്മാർക്കിടയിൽ ഉടലെടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, സഹാബികളുടെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ കണ്ടത് ഏത് രൂപത്തിലാണ്? ഹുദൈബിയ സന്ധി വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളെയുമായി ഹിജ്റയുടെ 6-ാമത്തെ വർഷത്തിൽ അല്ലെങ്കിൽ 7-ാം വർഷത്തിൽ മക്കയിലേക്ക് വരികയാണ്. അവിടെ വെച്ച് തടയപ്പെട്ടു. പ്രവേശിക്കാൻ മക്കയുടെ അന്നത്തെ ചുമതലക്കാരായ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുവദിച്ചില്ല. ആ വേളയിൽ പല വ്യക്തികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ചർച്ച ചെയ്യാൻ ഖുറൈശികൾ നിയോഗിക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ വന്ന ഒരു വ്യക്തി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബികളെയും വർണ്ണിച്ച് പിൽക്കാലത്ത് പറയുന്നുണ്ട് മുസ്ലിമായതിനു ശേഷം. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇന്നേ വരെ ലോകത്തൊരു മനുഷ്യനും ഒരു വ്യക്തിയും തങ്ങളുടെ നേതാവിനെ ബഹുമാനിക്കാത്ത തരത്തിൽ മുഹമ്മദിൻ്റെ അനുയായികൾ മുഹമ്മദിനെ ബഹുമാനിക്കുന്നതായി കണ്ടു. അദ്ദേഹം ഉദു ചെയ്താൽ ഉദുവിൻ്റെ അവയവങ്ങളിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളത്തിന് വേണ്ടി അവർ കാതു യക്തത്തിലൂൻ, അവർ അടി കൂടുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. എനിക്കാദ്യം ലഭിക്കണം, ആ വെള്ളം ഞാൻ ശേഖരിക്കും, ഞാനതുകൊണ്ട് ബർക്കത്തെടുക്കും എന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ തുപ്പുനീരിന് വേണ്ടി അവർ മത്സരിക്കുകയാണ്. അത് ശരീരത്തിൽ അവർ പുരട്ടുകയാണ്. അവരൊരാൾ പോലും പ്രവാചകന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നില്ല. അത്രയും ഗാംഭീര്യത്തോടുകൂടി ബഹുമാനത്തോടു കൂടിയാണ് മുഹമ്മദിൻ്റെ അനുയായികൾ അദ്ദേഹത്തോട് പെരുമാറുന്നത് എന്ന് അദ്ദേഹം ഖുറൈശികൾക്ക് റിപ്പോർട്ട് ചെയ്ത കാര്യം പിൽക്കാലത്ത് ഉദ്ധരിക്കപ്പെടുകയാണ്. ഇതാണ് പ്രവാചകൻ. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു വ്യക്തി, കേവലം ഒരു സാധാരണ മനുഷ്യൻ, കുറേ കാര്യങ്ങൾ പഠിച്ചു, അതിൽ സൗകര്യപ്പെടുന്നത് നമുക്ക് സ്വീകരിക്കാം, അല്ലാത്തത് തള്ളിക്കളയാം എന്ന രൂപത്തിലല്ല. ഇപ്പം ചില ആളുകൾ അങ്ങനെയാണല്ലോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഹർ മുബാറക്ക്, വിശുദ്ധ കേശം നമ്മളുടെ നാട്ടിലെത്തിയ ഒരു പ്രചാരണം ഉണ്ടായിട്ടുണ്ട്. റസൂലിൻ്റെ കേശമല്ല, അത് ഏതോ ഒരു സ്ത്രീയുടേതാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അല്ലാഹു ആലം, അത് കേശം തന്നെയാണോ അതല്ല മറ്റോ വല്ല കൃത്രിമ മുടിയാണോ, അല്ലാഹു ആലം. അലൈക്കും സലാം. അങ്ങനെയുള്ള കേശം വന്നപ്പോൾ നമ്മളുടെ ഒരു പ്രഭാഷകൻ പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് ആ കേശമെങ്കിൽ അതുമായി അതിൽ നിന്ന് ബർക്കത്തെടുക്കാൻ ഈ എളിയ സഹോദരൻ ഒന്നാമതുണ്ടാകും എന്ന് പറഞ്ഞതിനെ ഒരു പ്രബോധകൻ വിമർശിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുണ്ടാകും, ഞങ്ങളുണ്ടാവില്ല. ആ സ്ഥലത്ത് പോയി ബർക്കത്തെടുക്കണോ എന്ന കാര്യത്തിനെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം വിമർശിച്ച ശൈലി അങ്ങനെയാണ്. വേറൊരാൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബോഡി വേസ്റ്റ്, റസൂലുള്ളാഹിൻ്റെ തിരുമുടിയെപ്പറ്റി, അവിടുത്തെ വേർപ്പിനെപ്പറ്റി, ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളെപ്പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞത് ശരീരത്തിൻ്റെ വിസർജ്യങ്ങളെന്നാണ്. ഇദ്ദേഹം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പാളിച്ച പറ്റിയത്? ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, കമാ അർസൽനാ ഫീക്കും റസൂലൻ മിൻകും, നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നിങ്ങളിൽ നിന്നുള്ള ഒരു ദൂതനെ പ്രവാചകനായി നിങ്ങളുടെ അടുക്കലേക്ക് നിയോഗിച്ചു. യത്ലു അലൈക്കും ആയാത്തിനാ വയുസക്കീക്കും, എൻ്റെ ആയത്തുകൾ അദ്ദേഹം നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നു. വയുസക്കീക്കും, നിങ്ങൾക്ക് തസ്കിയത്ത് നൽകുന്നു. വയുഅല്ലിമുക്കുമുൽ കിതാബ വൽ ഹിക്മ, നിങ്ങൾക്ക് വിജ്ഞാനവും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു തരുന്നു. വയുഅല്ലിമുക്കും മാ ലം തകൂനു തഅലമൂൻ, നിങ്ങളറിയാത്ത ഒരുപാട് വിജ്ഞാനങ്ങൾ മുഹമ്മദ് നബി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആധുനിക ശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റാത്ത, എന്നാൽ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിമർശകർ പോലും ജീവിതത്തിൽ പകർത്തുന്ന പ്രാഥമിക മര്യാദകൾ അത് ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതല്ലെങ്കിൽ പ്രവാചകന്റെ മുൻഗാമികളായ പ്രവാചകന്മാരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകന്മാരുടെ നിർദ്ദേശമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? നമ്മളുടെ പ്രാഥമികമായി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഹിസാലുൽ ഫിത്രത്ത് എന്ന അറബിയിൽ പറയും, പ്രാഥമിക മര്യാദകൾ ആരാണ് പഠിപ്പിച്ചു തന്നത്? വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ, മുഫസ്സിറുകൾ പറയുകയുണ്ടായി, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പരീക്ഷിച്ച കൂട്ടത്തിൽപ്പെട്ടത് ഈ കാര്യങ്ങൾ കൂടിയുണ്ടായിരുന്നു. അശറും മിനൽ ഫിത്ര, 10 കാര്യങ്ങൾ അതിൻ്റെ ഭാഗങ്ങളാണ്. ഞാനത് എടുത്ത് എണ്ണി പറയുന്നില്ല. ആ കൂട്ടത്തിൽ താടി നീട്ടാൻ പറഞ്ഞിട്ടുണ്ട്, മീശ ചെറുതാക്കാൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ്റെ നഗ്നഭാഗങ്ങളിലുള്ള മുടികൾ വൃത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതിനു മുമ്പ് ഈ കാര്യം സമൂഹത്തിന് അറിയില്ല. ചേലാകർമ്മം നിർവഹിക്കാൻ പറഞ്ഞു. 80 വയസ്സായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വയം അത് നിർവഹിച്ചു എന്നാണ്. പല ആളുകളും അതിനെ തന്നെ പരിഹസിക്കുകയാണ്. അതിനു മുമ്പ് ലോകത്ത് അങ്ങനെ ഒരു ഏർപ്പാടില്ല. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഭൂരിഭാഗം പുരുഷന്മാരും, പ്രത്യേകിച്ച് സാംസ്കാരികമായി ഉന്നതിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ,
അവർ മുസ്ലിങ്ങളല്ലെങ്കിൽ കൂടി ഈ കാര്യം ചെയ്യുന്നുണ്ട്. അവരാരും കക്ഷത്തിലെ രോമം അങ്ങനെ വളർത്തി വലുതാക്കുന്നില്ല. ചേലാകർമ്മം അവർ ചെയ്യുന്നുണ്ട്. എവിടുന്ന് ലഭിച്ചതാണ്? പ്രവാചകന്മാരോട് നേടിയ തർബിയത്താണ്, അവരിൽ നിന്ന് ലഭിച്ച തസ്കിയത്താണ്. അത് പൂർത്തിയാക്കാൻ വേണ്ടി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. ഇത് ഒരു ചെയ്യേണ്ട കാര്യമായി മാതൃകായോഗ്യമായി നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയുള്ള ബോധം നമ്മൾക്ക് ശരിയായ രൂപത്തിൽ നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അല്ലാഹു തആല നിയോഗിച്ചുകൊണ്ട് പറഞ്ഞത് മറ്റൊരായത്തിൽ ലിതുഅ്മിനു ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കാൻ, റസൂലുള്ളാഹിൽ വിശ്വസിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വതുഅസ്സിറൂഹു വതുവഖിറു, റസൂലിനെ ആദരിക്കാനും ബഹുമാനിക്കാനും വേണ്ടിയാണ്. വതുസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയും. അതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില മര്യാദകൾ, ചില സ്ഥാനം ഒരു മുസ്ലിം വകവെച്ച് കൊടുത്താൽ മാത്രമേ അവൻ്റെ തസ്കിയത്ത് വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ളത് പൂർത്തിയാവുകയുള്ളൂ. അതല്ലാതെ ഖുർആൻ വിശദീകരിച്ച് കൊടുക്കാൻ പറഞ്ഞയച്ച ഒരു കേവലം അറബി അധ്യാപകൻ്റെ നിലവാരത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ താഴ്ത്തിക്കെട്ടാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ അവരിൽ നിന്നുണ്ടാകുന്നത്. അത്തരക്കാരാണ് ഹദീസുകൾ, അത് ഏത് മേഖലകളിൽപ്പെട്ടതാവട്ടെ, ഓരോ വർഷവും ഡസൻ കണക്കിന് ഹദീസുകൾ അവർക്ക് നിഷേധിക്കേണ്ടി വരും. കാരണം അവർ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളുമായി കൂട്ടിമുട്ടുന്നതായി അവർ മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അവർ തെറ്റിദ്ധരിക്കുകയാണ്, അങ്ങനെ നിഷേധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൽ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ഒരു വാരികയിൽ അത് പലതവണ പല രൂപത്തിൽ പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലെ ഒരു അറബി ലേഖനത്തിൻ്റെ പരിഭാഷ കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം അതിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു സുന്നത്ത്, അത് ഒരു നിർദ്ദേശം, അതിൽ പ്രത്യേകിച്ച് പാലിക്കാനൊന്നുമില്ല, ചില സന്ദർഭങ്ങളിൽ മാത്രം ഉപയോഗപ്പെടുത്താവുന്നത്. നിങ്ങളുടെ അടുത്തുള്ള പാത്രത്തിൽ ഈച്ച വീണാൽ വെള്ളം അല്ലെങ്കിൽ ചായ എന്തെങ്കിലും ഉണ്ട്, നമ്മളുടെ അടുക്കൽ അത് മാത്രമേ ഉള്ളൂ കുടിക്കാൻ. എന്താണ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ആ ഈച്ചയുടെ മറ്റേ ചിറക് കൂടി അതിലിട്ട് അതിനെ പുറത്ത് കളയുക. അവിടുന്ന് വിശദീകരിച്ചു, അതിൻ്റെ ഒരു ചിറകിൽ വിഷമുണ്ട്, അതാണത് എപ്പോഴും കുത്തി വീഴുന്നത്, അതുകൊണ്ട് അതിൻ്റെ മരുന്നും അതിൻ്റെ മറ്റേ ചിറകിലുണ്ട്, നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അത്യാവശ്യമുള്ളവർക്ക് ചെയ്യാം, വേറെ ചായ ഇല്ലെങ്കിൽ കുടിക്കാൻ തോന്നുന്നവർക്ക് ചെയ്യാം, അത് നിർബന്ധ കാര്യമോ സുന്നത്തോ അല്ല. അതിനെ അദ്ദേഹം വിലയിരുത്തുകയാണ്. ഇന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്നതെങ്കിൽ, ആധുനിക ലോകം ഇന്നെത്തിയ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈച്ചയുടെ ഉപദ്രവം റസൂലുള്ളാഹിക്ക് മനസ്സിലാക്കി കൊടുത്താൽ, ഈച്ചയുടെ കാലുകളിലും അതിൻ്റെ ശരീരത്തിലും നിറയെ രോഗാണുക്കളാണെന്ന് പഠിപ്പിച്ചു കൊടുത്താൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈച്ച ജ്യൂസ് കുടിക്കാനല്ല പറയുക, മറിച്ച് ഈച്ചയെയും ആ പാനിയെയും എറിഞ്ഞു കളയാനാണ് എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. ഇപ്പം എന്താ സംഭവിച്ചത്? അവർ മനസ്സിലാക്കിയത് ഇവിടെ പലപ്പോഴും ഹദീസ് നിഷേധം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടാവലുണ്ട്. ഇതിൻ്റെ മർമ്മം അവിടെയൊന്നുമല്ല, ഇമാം ബുഖാരിയുടെ കുഴപ്പമല്ല, ഇമാം മുസ്ലിമിൻ്റെ കുഴപ്പമല്ല, അങ്ങനെയൊക്കെയാണ് പലപ്പോഴും പറയുക ഈ ഹദീസിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ. പക്ഷേ യഥാർത്ഥ അസുഖം പുറത്തു വന്നു. എന്താ പറഞ്ഞത്? ഇതിലെ പ്രതി ആരാണ്? നഊദു ബില്ലാ സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്നാണ് അവർ പറഞ്ഞത്. റസൂലുള്ളാഹിയാണ് ഈ അബദ്ധം പറഞ്ഞത്. ഈ സംഗതി ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ, തൻ്റെ അനുയായികളുടെ കാര്യത്തിൽ അതീവ തൽപരനായ പ്രവാചകൻ അത് കുടിക്കാൻ പറയില്ല, അത് ഒഴിച്ചു കളയാൻ പറയുമെന്നാണ്. എന്താ സംഭവിച്ചത്? ഇനി അതിൻ്റെ ശാസ്ത്രീയമായ വശം തന്നെ അങ്ങനെയാണോ? അതിനെ എതിർക്കുന്ന ആളുകളില്ലേ? ആ ലേഖനത്തിൻ്റെ അടിയിൽ ഈ പരിഭാഷപ്പെടുത്തിയ ആളോ അതല്ലെങ്കിൽ പ്രസാധകരോ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറിച്ചും അഭിപ്രായമുണ്ട്. അതായത് ഈച്ച റസൂലുള്ളാഹി പറഞ്ഞതിൽ ശരിയുണ്ട് ശാസ്ത്രീയമായി എന്ന് പറയുന്നവരുണ്ട്, ഇത് ഞങ്ങളുടെ ഔദ്യോഗിക അഭിപ്രായമൊന്നുമല്ല. എന്നാൽ തീർന്നോ? ഇങ്ങനെ ഓരോ സംഗതികളും നമ്മളുടെ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളെപ്പറ്റി ഈ രൂപത്തിൽ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് പ്രമാണമാണോ എന്ന് പോലും സംശയിക്കുന്ന അവസ്ഥയിലേക്ക്. ഒരു വലിയ പണ്ഡിതൻ, അദ്ദേഹം ഒരു പണ്ഡിത സഭയുടെ അധ്യക്ഷനാണ്, അദ്ദേഹം പറഞ്ഞത് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അത് സംശയമില്ലാത്ത രൂപത്തിൽ വന്നതാണ്. സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കലാമിന് ഒന്നാം സ്ഥാനവും സുന്നത്ത് റസൂലുള്ളാഹിൻ്റെ വാക്കായതുകൊണ്ട് രണ്ടാം സ്ഥാനവും മാത്രമേ കൊടുക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുകയുള്ളൂ എന്നാണ്. അതങ്ങനെ കൊടുത്തോട്ടെ. പക്ഷേ അതിൽ പറഞ്ഞ കാര്യം അതിന് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും കൊടുക്കാൻ പറ്റുമോ?
അങ്ങനെ ക്രമം നമ്പർ ഇടാൻ പറ്റുമോ? അത് ശരിയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം ദീനിൻ്റെ നിലയും വില എന്തായിരിക്കും? അല്ലാഹു തആല പറയാൻ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ വിശുദ്ധ മതം ഞാൻ അവതരിപ്പിച്ചതാണ്, ഞാനതിനെ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. പക്ഷേ അവരൊക്കെ അർത്ഥം കൊടുത്തിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ ഞാൻ അവതരിപ്പിച്ചതാണ്, അത് ഞാൻ കാത്തു സൂക്ഷിക്കും. അപ്പോൾ എന്താ പിന്നെ ബാക്കി മനസ്സിലാക്കണത്? ഖുർആൻ സുന്നത്ത് ഞാൻ അവതരിപ്പിച്ചതല്ല, അത് കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത എനിക്കില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവർ കുറേ എഴുതി വെച്ചു. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതണ്ടെന്ന് പറയും, ചിലപ്പോൾ എഴുതിയത് മായ്ക്കാൻ പറയും. ഉമർ റളിയല്ലാഹു അൻഹു അത് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ 2-ാം നൂറ്റാണ്ടിൽ കുറേ ആളുകൾ ഒരുമിച്ച് കൂട്ടി. അവരൊക്കെ മനുഷ്യന്മാരല്ലേ, ഉറക്കം തൂങ്ങുന്നവരല്ലേ, എഴുതുമ്പോൾ തെറ്റുന്നവരല്ലേ, മഷി പരന്നിട്ട് അക്ഷരങ്ങൾ മാറി അർത്ഥം മാറൂലേ, അതുകൊണ്ട് അതിനെത്ര പ്രാധാന്യമൊന്നും കൽപ്പിക്കേണ്ടതില്ല എന്നാണ് തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ഇവിടെയാണ് അസുഖത്തിൻ്റെ ഒരു രോഗാണു അതിലൂടെയാണ് കയറിയിട്ടുള്ളത്. 10-40 ലേഖനങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ ഈ രോഗത്തിലൂടെയാണ് അതിലൊക്കെ വ്യാപിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ അസുഖം ഇവിടെ നിന്നാണ്. സഹോദരന്മാരെ, എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചു എന്ന് മാത്രമാണോ? ദിക്ർ എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ മാത്രമാണോ? അല്ല, ഹദീസും അതിൽ പെട്ടതാണ്. മഹാനായ ഇബ്നു ഹസം അദ്ദേഹത്തിൻ്റെ ഉസൂല് പറയുന്ന ഒരു കൃതിയുണ്ട് അദ്ദേഹത്തിന്. അതിൽ അദ്ദേഹം പറയാൻ, അങ്ങനെ ആരെങ്കിലും ബാധിച്ചാൽ, ഖുർആൻ മാത്രമാണ് അള്ളാഹു സംരക്ഷിക്കുകയുള്ളൂ എന്നാരെങ്കിലും ബാധിച്ചാൽ നമ്മൾക്ക് പറയാനുള്ളത്, വഫിൽ ഖുർആനി മുജ്മലുൻ കസീറുൻ കസ്സലാത്തി വസ്സകാത്തി വസ്സിയാമി വൽ ഹജ്ജ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചെയ്യണമെന്ന് അള്ളാഹു തആല നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമസ്കാരം പോലെ, സകാത്ത് പോലെ, ഹജ്ജ് പോലെ, നോമ്പ് പോലെ. അഖീമുസ്സലാ എന്ന് നമ്മളോട് പറഞ്ഞു. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അത് അല്ലാഹു തആല വിശദീകരിച്ച് തന്നിട്ടില്ല. മറിച്ച് നമ്മൾക്കത് ലഭിക്കുക ബിബയാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിദാലിക്കൽ മുജ്മൽ. ആ സംയുക്തമായി പറഞ്ഞ ആ പദങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചിരിക്കുകയാണ്. പക്ഷേ ആ മുജ്മലായ സംഗതിയെ ഞാൻ സംരക്ഷിക്കില്ല എന്ന് അള്ളാഹു പറഞ്ഞ് കൈയൊഴിഞ്ഞാൽ പിന്നെ ശരീഅത്തിന് എന്ത് നിലയും വിലയുള്ളത്? അല്ലാഹു തആല നമ്മളോട് കൽപ്പിക്കുക, നിങ്ങൾ നിസ്കരിക്കൂ. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? അത് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, നിങ്ങൾ തോന്നും പോലെ ചെയ്തോളൂ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്ത് വിലയാണ് അതിനുള്ളത്? നമ്മളൊക്കെ ഇവിടെ പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ പോകാറുണ്ട്. അവിടുന്ന് നമ്മളോട് പറയാണ്, നിങ്ങളുടെ ഇക്കാമ പുതുക്കി തരണമെങ്കിൽ 500 റിയാൽ ഫൈൻ അടക്കണം. എവിടെയാണ് അടക്കേണ്ടത്? അത് തീരുമാനമൊന്നുമില്ല. നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് വിസ ലഭിക്കണം, അതിന് ഇത്ര റിയാല് പിന്നെ അതിൻ്റെ ചാർജ് അടക്കണം. എവിടെയാണ് അടക്കേണ്ടത്? ഏത് ബാങ്കിലാണ് കിട്ടേണ്ടത്? ഏത് ഓഫീസിലാണ് അത് കൊടുക്കേണ്ടത്? അത് അറിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ ഒരു നിയമമില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഒരിക്കൽ പോലും അയാൾക്ക് ആ സംഗതി അടച്ച് വിസ ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ്. ചെറിയൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈ രൂപത്തിലുള്ള കൽപ്പനകളാണോ അല്ലാഹു തആല നിർദ്ദേശിച്ചിട്ടുള്ളത്? തീർച്ചയായുമല്ല. അങ്ങനെയുള്ള വിവരക്കേട് അള്ളാഹുവിൻ്റെ പേരിൽ നമ്മൾ ആരോപിക്കേണ്ടി വരും. അല്ലാഹു തആല ഖുർആൻ സംരക്ഷിച്ചതുപോലെ ഹദീസും സംരക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഒന്നാമത്തെ പ്രശ്നമുള്ളത്. രണ്ടാമതൊരു വിഭാഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ വാക്കാണ്. എഴുതിയതിൻ്റെയൊക്കെ മൊത്തം ആകെ ചുരുക്കാണ്. അതിന് നമ്മൾ അത്രയ്ക്ക് വില കൽപ്പിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കത്തിൽ സംസാരിക്കും, അത് കഴിഞ്ഞിട്ട് സംസാരിക്കും, പഠിക്കാതെ സംസാരിക്കും, ജീവിതത്തിൻ്റെ പരിചയത്തിൽ നിന്ന് പലതും പറയും. കാരണം റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും. ഒരിക്കൽ ഈത്തപ്പന പരാഗണം ചെയ്തത് കണ്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരത് നിർത്തി. ആ വർഷം ഫലം കുറഞ്ഞു. ഈ വിവരം റസൂലുള്ളാഹിന്റെ അടുത്ത് എത്തിയപ്പോൾ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾക്കാണ് ദീനിൻ്റെ കാര്യത്തെപ്പറ്റി കൂടുതൽ അറിയുക. അതുകൊണ്ട് ഈ രൂപത്തിൽ ഒരുപാട് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യവും അങ്ങനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ശാസ്ത്രത്തിനെതിരായത് തട്ടണം എന്ന് പറഞ്ഞതുപോലെ ഇനി ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലയിൽ പറഞ്ഞത് നമുക്ക് തട്ടാൻ പറ്റും എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട്. അല്ലാഹു തആലയുടെ ഹിക്മത്താണത്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്. സംശയമില്ലാത്ത ഗ്രന്ഥം അള്ളാഹുവിൻ്റേത് മാത്രമാണ്. തെറ്റുപറ്റാത്തവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു സംരക്ഷിച്ചത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഅസൂമായി മാറിയത്.
ഈ കാര്യം വ്യക്തമാക്കാൻ വേണ്ടി ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ആ രൂപത്തിലുള്ള ചില സംഗതികൾ റസൂലിലൂടെ നടപ്പാക്കിയിട്ടുണ്ട്. അത് ഹദീസുകളിൽ മാത്രമല്ല, ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു അന്ധൻ, ആരാണത്? റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മക്തൂം കടന്നു വന്നു. റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഖുറൈശികളിലെ പ്രമാണിമാരുമായിട്ടായിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, മനസ്സിൽ വിചാരിച്ചു അല്പം കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു. അതിനെ അല്ലാഹു തആല ഖുർആനിൽ വിമർശിച്ചു. അബസ വതവല്ല അൻ ജാഅഹുൽ അമാ. ഈ ഒരു അബദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറ്റി. അത് തിരുത്തി കൊടുത്തിട്ടുണ്ട്. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായി തന്നെ അല്ലാഹു തആല തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്ത് മനസ്സിലായി? ഇനി ബാക്കിയുള്ള മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മൾ നിർബന്ധമായും പാലിച്ചിരിക്കേണ്ടതാണ്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ മുഴുവൻ അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്, റസൂലുള്ളാഹിന്റെ പോക്കറ്റിൽ നിന്നല്ല. ഇങ്ങനെയാണ് സഹാബികൾ മനസ്സിലാക്കിയിരുന്നത്, താബികൾ മനസ്സിലാക്കിയിരുന്നത്, അയിമ്മത്തുകൾ മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് സുന്നത്തനുസരിച്ച് ജീവിക്കാൻ അവസരം ലഭിച്ചിരുന്നത്. നിങ്ങൾ നോക്കൂ, മുസ്ലിങ്ങളുടെ അടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥം ഏതാണ്? സഹീഹുൽ ബുഖാരി. ഇമാം ബുഖാരി അതിൽ കൊടുത്തൊരു ചാപ്റ്റർ അൽ ഇഹ്തിസാമു ബിൽ കിതാബി വസുന്ന, ഖുർആനും ഹദീസും മുറുകെ പിടിക്കൽ. അതിൻ്റെ താഴെ ഒരുപാട് ഉപ അധ്യായങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നിൻ്റെ പേര് ബാബു തഅലീമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു മിനർ റിജാലി വൻ നിസാ മിമ്മാ അല്ലമഹുല്ലാ ലൈസ ബിറഇൻ വലാ തംസീൽ. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്ത ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സമുദായത്തിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വിജ്ഞാനം പകർന്നു നൽകിയത് പറയുന്ന അധ്യായം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടിയുണ്ട്, ലൈസ ബിറഇൻ വലാ തംസീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നത് സ്വന്തം അഭിപ്രായം അനുസരിച്ചല്ല, അതല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞുകൊണ്ടോ ഖിയാസ് നടത്തിക്കൊണ്ടോ അല്ല, വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം. എൻ്റെ സഹോദരന്മാർ അല്പം ശ്രദ്ധയോടുകൂടി ഇത് മനസ്സിലാക്കണം. എന്നിട്ട് ഇമാം ബുഖാരി കൊടുത്ത ഹദീസ് ഏതാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്ത്രീകൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് പരാതിയുമായി വന്നു. അള്ളാഹുവിൻ്റെ ദൂതരെ, നിങ്ങളുടെ പ്രഭാഷണവും ഉപദേശവും ഒക്കെ ലഭിക്കുന്നത് പുരുഷന്മാർക്കാണ്, ഞങ്ങൾക്കൊരു ക്ലാസ്, ഒരു ഉപദേശം പ്രത്യേകം നൽകണം. അപ്പോൾ റസൂലുള്ളാഹി അങ്ങോട്ട് പോയി സഹാബികളിൽ നിന്ന് ചില ആളുകളെയും കൂട്ടിയിട്ട് അവരെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, സ്ത്രീകളെ, നിങ്ങളാണ് നരകത്തിൽ കൂടുതലുള്ളവരായി ഞാൻ കണ്ടത്, സ്ത്രീകളെയാണ് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു. ആ കൂട്ടത്തിൽ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ അവരുടെ ചെറിയ 3 കുട്ടികൾ ആദ്യം മരണപ്പെട്ടു പോയാൽ നരകത്തിൽ നിന്നുള്ള ഒരു മറയായി ആ കുട്ടികൾ മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റ് പറഞ്ഞു, 2 കുട്ടികൾ മരിച്ച പെണ്ണിനോ? ഒരു പക്ഷേ ആ സ്ത്രീയുടെ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധത്തിൽപ്പെട്ട ആരുടെയെങ്കിലും 2 കുട്ടികൾ മരിച്ചിട്ടുണ്ടാവും. റസൂലുള്ളാഹി പറഞ്ഞ പ്രാധാന്യം എത്രയാണ്? 3 കുട്ടികൾ ജീവിതകാലത്ത് മരണപ്പെട്ടാൽ അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് അവർ ക്ഷമിക്കുന്നുവെങ്കിൽ സ്വർഗമുണ്ട്, നരകത്തിൽ നിന്ന് മറയായി ആ കുട്ടികൾ ശഫാഅത്തുമായി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു. അപ്പോൾ സദസ്സിൽ നിന്നൊരു സ്ത്രീ എഴുന്നേറ്റ് ചോദിക്കാൻ, അള്ളാഹുവിൻ്റെ ദൂതരെ 2 കുട്ടികൾ മരിച്ചാലോ? ഉടനെ റസൂലുള്ളാഹിന്റെ മറുപടി, 2 കുട്ടികൾ മരിച്ചാലും. ഈ ഹദീസാണ് ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ളത്. എന്താ തമ്മിലുള്ള ബന്ധം? പെട്ടെന്ന് നമുക്ക് തോന്നുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണക്കൂട്ടി പറഞ്ഞതാണ് പല വിഷയത്തിലും. അങ്ങനെയുള്ള സാധ്യത ഇല്ലാതെ ആക്കിയിരിക്കുകയാണ്. കാരണം സ്വർഗത്തിൽ ആരാ പ്രവേശിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയോ? ഇത് വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾക്ക് സ്വന്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലോചിച്ചത് പറഞ്ഞതാണ് എന്ന് തോന്നുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ വഹി ലഭിച്ചത് കൊണ്ടാണ്. അത് ഏത് രൂപത്തിലുമാവും. ചിലപ്പോൾ മുൻകൂട്ടി തന്നെ റസൂലുള്ളാഹിക്ക് വഹി കിട്ടിയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ആ സമയത്ത് റസൂലുള്ളാഹിനെ അറിയിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടാവാറുണ്ട്. സംസാരിച്ചു കൊണ്ടിരിക്കുക ജിബ്രീൽ വന്നിട്ട് ചെവിയിൽ പറയും, അല്ലെങ്കിൽ മനസ്സിൽ മന്ത്രിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംസാരിക്കാൻ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജിഹാദിനെ പറ്റി. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ലഇൻ ഖുതിൽതു ഫീ സബീലില്ലാഹ് മുഖ്ബിലൻ ഗൈറ മുദ്ബിർ മുഹ്തസിബൻ, ഞാൻ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി
യുദ്ധരണാങ്കളത്തിൽ മുന്നോട്ട് കുതിച്ച് കൊല്ലപ്പെട്ടാൽ അയുകഫിറുല്ലാഹു അന്നി സയ്യിആതി, എൻ്റെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരുമോ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു യുഗ്ഫറുലി ഷഹീദ് കുല്ലു ഷൈ, ഷഹീദായ വ്യക്തിക്ക് അയാളുടെ മുഴുവൻ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കും. സംസാരത്തിനിടയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം പാലിച്ചു. എന്നിട്ട് പറഞ്ഞു ഇല്ലദ്ദൈൻ, കടമൊഴികെ. സാറനീ ബിഹ ജിബ്രീലു ആനിഫ, ഇപ്പോൾ ജിബ്രീൽ എൻ്റെ ചെവിയിൽ വന്ന് ആ കാര്യം സ്വകാര്യമായി പറഞ്ഞു. അങ്ങനെയാണ് വഹി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യം പറയുമ്പോൾ അബദ്ധം സംഭവിക്കാതിരിക്കാൻ അള്ളാഹു പ്രത്യേകം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ഇസ്മത്ത് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ റസൂലുള്ളാഹി സംസാരിക്കുകയുള്ളൂ. വേറൊരു അധ്യായം ഇമാം ബുഖാരി കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് ഏത് രൂപത്തിലാണ് തൻ്റെ സമൂഹത്തിൽ തൻ്റെ അനുയായികൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തത്. ഇതേ പ്രധാന ചാപ്റ്ററിൻ്റെ അധ്യായമായി ഇമാം ബുഖാരി കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളെ പഠിപ്പിച്ചിരുന്നത് അള്ളാഹു മിമ്മ അല്ലമഹുല്ല, അള്ളാഹു പഠിപ്പിച്ച ഇൽമനുസരിച്ച് മാത്രമായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഒരായത്ത് തെളിവായി കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു തആല പറയാൻ ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ ബൈനൻ നാസി ബിമാ അറാകല്ലാഹ്, അള്ളാഹു പഠിപ്പിച്ചതിനനുസരിച്ച് നിങ്ങളെ വിധി കൽപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിയോഗിച്ചിരിക്കുന്നത് എന്നർത്ഥം വരുന്ന. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധികളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഞാനൊരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് നമ്മളുടെ യഥാർത്ഥ ഭാഗത്തേക്ക് മടങ്ങി വരാം. വിശുദ്ധ ഖുർആനിലെ പോലെ തന്നെ ഹദീസിൽ പറഞ്ഞ കാര്യവും വിശ്വാസികൾ അതേ നിലവാരത്തിൽ മനസ്സിലാക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ നിങ്ങളുടെ മുന്നിൽ നിരത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഗ്രാമീണരായ ചില ആളുകൾ വന്നു, 2 വ്യക്തികൾ. അവർ വന്നിട്ട് പറയാണ്, കടന്നപ്പോഴൊക്കെ തന്നെ യഖ്ലി ബൈനനാ ബി കിതാബില്ല, അള്ളാഹിൻ്റെ റസൂലെ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ട്, ആ വിഷയത്തിൽ താങ്കൾ തീർപ്പ് കൽപ്പിക്കണം. ബി കിതാബില്ല, അള്ളാഹിൻ്റെ കിതാബിൻ്റെ അടിസ്ഥാനത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ പറഞ്ഞോളൂ, ഞാൻ അള്ളാഹിൻ്റെ കിതാബ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്കിടയിൽ വിധിക്കാം. എന്താ പ്രശ്നം? ഒരാൾ പറഞ്ഞു, എൻ്റെ മകൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു. അതിനിടയിൽ എൻ്റെ മകൻ അവൻ്റെ യജമാനത്തിയായ ഇയാളുടെ ഭാര്യയെ അവരുമായി അവിഹിത ബന്ധത്തിലേർപ്പെട്ടു. എൻ്റെ അറിവനുസരിച്ച് ഞങ്ങൾ അവിടുന്ന് അയാളുടെ ആവശ്യപ്പെടലനുസരിച്ച് അതിന് പരിഹാരമായി അതിൻ്റെ വിധിയായി ആളുകൾ പറഞ്ഞത് എൻ്റെ മകനെ എറിഞ്ഞു കൊല്ലണമെന്നാണ്. പിന്നെ പറയുന്നത് കേട്ടു, എറിഞ്ഞു കൊല്ലണിൽ നിന്ന് മുക്തമാകാൻ പറ്റും, അയാൾക്ക് 100 ആടും ഒരടിമയും വാങ്ങിക്കൊടുത്താൽ. ഞാനത് ചെയ്തു. ഈ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടപ്പെട്ട ആ സ്ത്രീയുടെ ഭർത്താവിന് 100 ആടും ഒരു ജാരിയ ഒരു അടിമ പെൺകുട്ടിയെയും വാങ്ങിച്ചു കൊടുത്താൽ എൻ്റെ മകനെ ഏറിൽ നിന്ന് രക്ഷിക്കാം എന്ന് ആളുകൾ പറഞ്ഞു. ഞാനത് ചെയ്തു. പിന്നീട് ഈ വിഷയം എൽമുള്ള ആളുകളുടെ എത്തിയപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയല്ല അതിൻ്റെ വിധി. വിവാഹം കഴിച്ചവരാണ് ആ രൂപത്തിലുള്ള തെറ്റ് ചെയ്തതെങ്കിൽ അവരെയാണ് എറിഞ്ഞു കൊല്ലേണ്ടത്. വിവാഹം ചെയ്യാത്ത നിങ്ങളുടെ മകനെ 100 അടി അടിച്ചാൽ മതി, 1 വർഷം നാട് കടത്തുകയും വേണം. ഉടനെ മറ്റേയാൾ പറഞ്ഞു, ഇയാൾ പറഞ്ഞത് ശരിയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ കിതാബ് അനുസരിച്ച് ഞങ്ങൾക്കിടയിൽ വിധിക്കൂ. ഉടനെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ മകന് 100 അടി അടിക്കണം, 1 വർഷം നാട് കടത്തണം. നിങ്ങൾ കൊടുത്ത ഫൈനായി അടച്ച 100 ആടുകളെയും ആ അടിമയെയും തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കും. എന്നിട്ട് റസൂൽ പറഞ്ഞു അനസ് റളിയല്ലാഹുവിനോട്, ഉഖ്ദു യാ ഉനൈസ്, അനസെ നീ പോയിട്ട് ആ സ്ത്രീയോട് ചോദിക്ക്, അവരങ്ങനെ തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചാൽ അവരെ എറിഞ്ഞു കൊല്ലുക. അവർ സമ്മതിച്ചു, അവരെറിഞ്ഞു കൊന്നു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ വന്ന് ചോദിച്ചത് അള്ളാഹുവിൻ്റെ റസൂലെ അള്ളാഹിൻ്റെ കിതാബ് അനുസരിച്ച് ഞങ്ങൾക്കിടയിൽ വിധിക്കണമെന്നാണ്. റസൂൽ എന്ന് പറഞ്ഞതിൽ അഖ്ലിയന്ന ബൈനകുമാ ബി കിതാബില്ല, അള്ളാഹിൻ്റെ കിതാബ് അനുസരിച്ച് ഞാനിതാ വിധിക്കുന്നു എന്നാണ്. ഇങ്ങനൊരു വിധി ഖുർആനിലുണ്ടോ? എറിഞ്ഞു കൊല്ലണമെന്ന വിധി ഖുർആനിലില്ല. ഇതിൻ്റെ വിശദീകരണത്തിൽ ഫത്ഹുൽ ബാരിയിൽ കാണാം, മറ്റു പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധിയും അള്ളാഹുവിൻ്റെ വിധിയും ഒരുപോലെ ആയതുകൊണ്ടാണ് കിതാബുള്ള എന്നവിടെ പറഞ്ഞത്. പണ്ഡിതന്മാർ അവരുടെ സ്വഹീകളിൽ അല്ലെങ്കിൽ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഹെഡിങ് കൊടുക്കുകയാണ്, ചാപ്റ്ററിന് പേര് കൊടുക്കുകയാണ് അതിൻ്റെ അധ്യായങ്ങൾക്ക്. ബാബു തസ്വിയത്തി ഹുക്കുമില്ലാഹി
അള്ളാഹുവിൻ്റെ വിധിയും വഹുക്കുമി സുന്നത്തി റസൂലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ പറഞ്ഞ വിധിയും തുല്യമാണ് എന്ന് വ്യക്തമാക്കുന്ന അധ്യായം എത്ര പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്? ഇമാം ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിൻ്റെ സഹീൽ കൊടുത്ത് കാണാൻ പറ്റും. ഇമാം അബൂബക്കർ ഇബ്നു ഖത്തീബ് അൽ ബഗ്ദാദി അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളിലും ആ രൂപത്തിലുള്ള ഹെഡിങ് കൊടുത്ത് കാണാൻ പറ്റും. സഹീൽ ബുഖാരി പറഞ്ഞത് ഞാൻ പറയുകയുണ്ടായി. അവരാരും മനസ്സിലാക്കിയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒരു 2ാം നമ്പറാണെന്നുള്ളത്. ഇപ്പോൾ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് പുതിയ കുറേ ആളുകൾ വന്നിട്ടുണ്ട്, വ്യതിയാനത്തിൻ്റെ ആളുകൾ. അവർക്ക് പുതിയ പേരൊക്കെ ഉണ്ട്, മനുഷ്യന്മാരിലേക്കല്ല ചേർത്തി പറയാറുള്ളത്. അവർ പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചത് ഖുർആൻ 1ാം പ്രമാണം, ഹദീസ് 2ാം പ്രമാണം എന്നാണ്. ഇപ്പോൾ അവർ പറയുന്നത് ഖുർആനും ഹദീസും പ്രമാണമാണ്, 1ാം പ്രമാണമാണ് എന്നവർ പറയുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ ഒരു പ്രമാണമാണ്, അതിന് 1ാം സ്ഥാനം തന്നെയാണ്. ഹദീസ് 2ാം പ്രമാണമാണ്, യാതൊരു തർക്കമല്ല. പക്ഷേ 2ാം നമ്പർ പ്രമാണമല്ല. നമ്മൾ ഇവിടെ ഏറ്റവും പ്രസിദ്ധ നെസ്റ്റോ മാർക്കറ്റായിരിക്കും അല്ലേ, അവിടെ പോയാലുണ്ടാവും ആപ്പിള് 1ാം നമ്പർ 10 റിയാൽ കിലോ, 2ാം നമ്പർ 4.50. ഇങ്ങനെയുള്ള ഒരു പ്രമാണമാണ് അവർ മനസ്സിലാക്കിയത്. അങ്ങനെയല്ല, അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ 1ാം സ്ഥാനത്ത് തന്നെ, തർക്കമില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി പോലെ വിശ്വാസികൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട വിധിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധി. റസൂലുള്ളാഹി പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, ഞാനിതാ 2 കാര്യം നിങ്ങളുടെ മുന്നിൽ വിട്ടേച്ചു പോകുന്നു. ലൻ തദില്ലു ബഅദി, നിങ്ങൾ എനിക്ക് ശേഷം അത് 2 മുറുകം പിടിച്ചാൽ വഴികേടിലാവുകയില്ല. കിതാബ് അല്ലാഹി വ സുന്നത്തി, അള്ളാഹിൻ്റെ കിതാബും എൻ്റെ ചര്യയും. വലൻ യതഫറഖ, അത് 2ഉം വേർപിരിയുകയില്ല. ഹത്താ യരിദ അലയ്യൽ ഹൗദ, ഹൗദിൻ്റെ അടുത്ത് എൻ്റെ അടുക്കൽ അവ 2ഉം എത്തുന്നത് വരെ. ഖുർആൻ ഹദീസ് ഒന്നാണ്. അങ്ങനെയാണ് അവരൊക്കെ മനസ്സിലാക്കിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന വഹിയാണ് ഹദീസും. ഖുർആൻ മുഴുവൻ അങ്ങനെയാണ്. ഹദീസിലെ നല്ലൊരു ഭാഗവും ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നതാണ്. അതല്ലാത്തതോ അതും വഹി തന്നെയാണ്, ജിബ്രീൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും. വഹിൻ്റെ 2-3 രൂപങ്ങളുണ്ട്, അതിലൂടെ എത്തിയതാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഹദീസിലൊരു കാര്യം പറയുമ്പോഴേക്ക് അതിപ്പോൾ റസൂല് പറഞ്ഞതല്ലേ, അന്ന് ആ കാലത്ത് പറഞ്ഞതായിരിക്കും. കാരണം അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ പ്രതികരിക്കുന്നത്. നമ്മളുമായി തെർബിയത്തുമായി ബന്ധപ്പെടാത്ത ചില കാര്യങ്ങളുണ്ടായിരിക്കാം, ഒരു പക്ഷേ നേർക്കുനേരെ. ചിലത് വളരെ ബന്ധപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങളെ നിഷേധിക്കാനുള്ളൊരു പാലമായിട്ടാണ് പലപ്പോഴും ഈ രൂപത്തിലുള്ള ചിന്താഗതിക്കാർ ശ്രമിക്കാറുള്ളത്. തർബിയത്തിലേക്ക് ഇനി നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ. നമ്മളുടെ സംസ്കരണം തുടങ്ങേണ്ടത് അഖീദയിൽ നിന്നാണ്, വിശ്വാസത്തിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചത് നേരത്തെ നമ്മൾ കേട്ടു ആയത്തിലൂടെ. എന്തിനു വേണ്ടിയാണ്? നമ്മൾക്ക് തസ്കിയത്ത് നൽകാൻ വേണ്ടി. യത്ലു അലൈക്കും ആയാത്തിനാ യുസക്കീക്കും, അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതിക്കേൽപ്പിച്ചു തരാനും നിങ്ങൾക്ക് തസ്കിയത്ത് നൽകാനും വേണ്ടി. ഒരു മനുഷ്യൻ സംസ്കൃതനായി മാറുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസം ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ. റസൂലുള്ളാഹി പറഞ്ഞ ഒരൊറ്റ കാര്യം അവിടുന്ന് പറഞ്ഞു, എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാരും അവരുടെ സമുദായങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ ഒരു ഫിത്നയുണ്ട്, ഫിത്നത്തുൽ മസീഹുദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിൻ്റെ ഫിത്നയാണത്. വ ഇന്നി ലഉൻദിറുകുമു, ഞാനും നിങ്ങൾക്ക് അതിനെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ അവരാരും സമൂഹത്തിന് പഠിപ്പിക്കാത്തൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നു. അവൻ്റെ നെറ്റിയിൽ വിശ്വാസികൾക്ക് വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ കാഫിറാണെന്ന് എഴുതി വച്ചിട്ടുണ്ടാകും. 2ാമത്തെ സംഗതി, അവൻ്റെ വലത് കണ്ണ് പൊട്ടനാണ്, പൊട്ടിയ കണ്ണനാണ്. ഞാൻ നിങ്ങൾക്കിതാ വിശദീകരിച്ചു തരുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫിത്ന ഏത് സമയവും പ്രാർത്ഥിക്കേണ്ടതാണ്, അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്. ഇന്ന് വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ അത് സുന്നത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി പറഞ്ഞത് മറ്റൊരു കാര്യം, മസീഹ് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞത് സൂറത്ത് അൽ കഹ്ഫിൻ്റെ ആദ്യ ഭാഗങ്ങൾ പാരായണം ചെയ്യാനാണ്. അങ്ങനെ പാരായണം ചെയ്താൽ അവൻ്റെ ഫിത്നയിൽ നിന്ന് അവന് സംരക്ഷണം നൽകപ്പെടുമെന്നാണ്. ഈ ഹദീസ് വിശ്വസിക്കാറില്ല. എന്താ കാരണം? അത് ഹദീസിൻ്റെ ഏതെങ്കിലും റിപ്പോർട്ടർമാരിൽ വല്ല തരക്കേടുണ്ടായതുകൊണ്ടല്ല, മറിച്ച് അത് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് ചില നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഹദീസ് മുത്തവാത്തിറായിരിക്കണമെന്നാണ് വിശ്വാസകാര്യങ്ങൾക്ക് സ്വീകരിക്കണമെങ്കിൽ. ഇത് ഒരുപാട് ഹദീസുകളിലൂടെ നമസ്കാരത്തിന് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഇസ്തിഹാദ് നടത്താൻ വേണ്ടി 4 കാര്യങ്ങളിൽ നിന്ന്. ഒന്ന് ആ കൂട്ടത്തിൽ മസീഹ് ദജ്ജാലാണ്, മറ്റേത്
ഫിത്നത്തെ അദാബുൽ ഖബറിൽ നിന്നും നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും അതേപോലെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പരീക്ഷണങ്ങളിൽ നിന്നുമാണ്. ഇത് വിശ്വസിക്കാതെ പറയാൻ ചൊല്ലുകയാണെങ്കിൽ തന്നെ, കാരണം വിശ്വസിക്കേണ്ട ആവശ്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി മസീഹ് ദജ്ജാലിൻ്റെ ഫിത്നയെ പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ എന്തായിരിക്കും അയാളുടെ മനസ്സിലുണ്ടാവുക? അള്ളാഹുവെ കാത്തുരക്ഷിക്കണേ എന്ന ബോധം ഉണ്ടാവും, എന്ന ഭയമുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ കർമ്മങ്ങൾ ചെയ്യും. ഇതിൽ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ നിഷേധിച്ച് തള്ളിയപ്പെട്ടതാണ്. അദാബുൽ ഖബർ, ഖബറിലെ ശിക്ഷ നിഷേധിക്കുന്നവരാണ് ഈ ഹദീസ് പലപ്പോഴും തള്ളിക്കളയുന്ന ആളുകൾ. ഖബറിലെ അദാബിന് കാരണമാകുന്ന ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഞാൻ ആ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. അത് മുഴുവൻ പേടിയോടുകൂടി ഒരു മുഅ്മിൻ ഉപേക്ഷിക്കും. അതിൽ പറഞ്ഞ ഒരു കാര്യം നമുക്കറിയാലോ, മൂത്രത്തിൽ നിന്ന് വൃത്തിയാകാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് നമീമത്തുമായി നടക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തർബിയത്തിലുള്ള രണ്ട് പ്രധാന കാര്യങ്ങളാണ്. അവൻ്റെ ദേഹശുദ്ധി, മറ്റൊന്ന് മാനസികമായ ശുദ്ധി, വിശ്വാസികളോടുള്ള ശരിയായ സമീപനം. ഇതിന് ഉതകുന്ന ഒരു കാര്യമാണ് റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ ഈ ഹദീസ് തള്ളിക്കളയാൻ കാരണം നമ്മളുടെ ബുദ്ധിക്ക് യോജിക്കാത്തതാണ് ഒന്ന്, മറ്റേത് മുത്തവാത്തിറാവാത്തതുമാണ്. ബുദ്ധിക്ക് യോജിക്കാത്തതേതാ? ഖബറിലെ ശിക്ഷ. നമ്മൾ ഖബറിൽ വല്ലതും മറന്നു വെച്ചിട്ട് പിന്നെ മറവ് ചെയ്തതിന് ശേഷം അത് പോയി തുറന്നു നോക്കിയാൽ അവിടെ അടിയില്ല, മുൻകറും നക്കീറും അങ്ങനെ വടിയും പിന്നെ കുന്തൊന്നും അവിടെ കാണാനില്ല. അത് ഇടുങ്ങിപ്പോയിട്ടില്ല, അതാ വെച്ച രൂപത്തിൽ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൽ ഈമാൻ പ്രവേശിക്കൂല. ചെറിയ ചെറിയ വിഷയങ്ങൾ എടുത്തു നോക്കൂ. നേരത്തെ ഞാൻ പറയുകയുണ്ടായി, ഖിസാലുൽ ഫിത്രത്ത്, വിശ്വാസികളുടെ ജീവിതത്തിൽ പകർത്തേണ്ട മര്യാദകൾ, അത് പാലിക്കുന്നിടത്ത് കാണാറില്ല. അങ്ങനെ ഏത് മേഖലകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തർബിയത്തും ജീവിതത്തിൽ പകർത്തണമെങ്കിൽ അത് സാധിക്കാതെ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നേരത്തെ പറഞ്ഞ ആ ബോധമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾക്ക് ആ ബോധം വേണം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതേ ഗൗരവത്തിൽ മനസ്സിലാക്കുകയും നമ്മളുടെ ജീവിതത്തിൽ പകർത്തുകയും വേണം. അപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞ രൂപത്തിൽ സംസ്കരിക്കപ്പെടുന്ന ഒരു സമൂഹമായി നമ്മൾക്ക് മാറാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കുകയാണ് നമ്മളുടെ ഇത്തരത്തിലുള്ള കൂടിച്ചേരൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ കാര്യങ്ങളും തർബിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കാനിപ്പോൾ സമയമില്ല. ചില കാര്യങ്ങളിലേക്ക് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നോക്കൂ, ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ, നേരത്തെ നമ്മളുടെ ഖതീബ് പറയുകയുണ്ടായി, അതിലേക്ക് ചേർത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, മുറു ഔലാദക്കും ബിസ്സലാ വഹും അബ്നാഉ സബഈൻ, 7 വയസ്സാകുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നമസ്കാരം പഠിപ്പിക്കുക, അതിനുവേണ്ടി കൽപ്പിക്കുക. അതിനു മുമ്പ് തന്നെ ചെയ്യാൻ തുടങ്ങാം. അവിടെ എത്തിയപ്പോൾ പിന്നീട് കൂടുതൽ കൽപ്പിക്കുകയാണ്. മക്കളോടത് കൽപ്പിക്കണം. വദരിബൂഹും അലൈഹാ വഹും ബിഅശർ, അല്ലേ? എന്നിട്ട് കുട്ടികൾ 7 വയസ്സായ അത് മുതൽ പറയാൻ തുടങ്ങി. പറഞ്ഞ് അവർ നിസ്കരിക്കാത്തവരാണ്. പിന്നെയും 10 വയസ്സായിട്ടും അത് മുതൽ അടിക്കാം. ഇവിടെ തർബിയത്തിൻ്റെ വലിയൊരു വശം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. 7 വയസ്സ് മുതൽ നമ്മൾ ആദ്യം തന്നെ ഒരു അടി കൊടുത്തിട്ടാണ് പറയുക മിക്ക ആളുകളും, പോയി നിസ്കരിക്കടാന്ന്. 7 വയസ്സായാലും 8 വയസ്സായാലും ഒക്കെ കണക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് 7 വയസ്സ് മുതൽ നിങ്ങൾ കൽപ്പിക്കുക. 10 വയസ്സായിട്ട് അതുവരെ കൽപ്പിച്ചു. 3 വർഷമാണ്. 3 വർഷം എത്ര പ്രാവശ്യം പറയേണ്ടി വരും? ഒരു ദിവസം 5 വക്ത് നിസ്കാരമുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവൻ വീണ്ടും നമസ്കാരത്തിൽ മടിയനാണെങ്കിൽ ചെറിയ തോതിൽ ശിക്ഷണം നൽകിക്കൊണ്ട് അവനെ കൊണ്ട് നിസ്കരിപ്പിക്കുക. വഫർരിഖു ബൈനഹും ഫിൽ മലാജി, അവർക്കിടയിലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവരൊക്കെ മാറ്റി പ്രത്യേകം വിരിപ്പുകളിൽ കിടന്ന് ശീലിപ്പിക്കുക. നമ്മളുടെ സമൂഹത്തിൻ്റെ അടിവേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശുദ്ധീകരിക്കാൻ പറഞ്ഞത്. വിശുദ്ധി പഠിപ്പിക്കുകയാണ്. ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ പരസ്പരം മറക്കേണ്ട ഭാഗങ്ങളുണ്ട്, അത് കാണിക്കാൻ പാടില്ല ആളുകളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമ്രാൻ ഇബ്നു ഹുസൈൻ്റെ ഹദീസിൽ കാണാൻ പറ്റും, ഇനിസ്തതഅത അല്ലാ യറാഹ അഹദുൻ ഫലാ യറയന്നഹ, നിന്റെ നഗ്നത ഒരാളും കാണാതിരിക്കാൻ പറ്റിയാൽ നീ ആ രൂപത്തിൽ സൂക്ഷിക്കണം. നിങ്ങൾ നോക്കൂ, ഇന്ന് സമൂഹം ഈ കാലഘട്ടത്തിൽ നമ്മൾ പരീക്ഷിക്കപ്പെട്ട ഏറ്റവും വലിയ സംഗതി ഏതാണ്? കളിയുടെ പേരിൽ, വിനോദത്തിൻ്റെ പേരിൽ, കലാകായിക മേളകളുടെ പേരിൽ മനുഷ്യന്മാർ എങ്ങനെയാണ് വസ്ത്രം ഉടുക്കാതിരിക്കാൻ പറ്റുക എന്ന് ശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നമ്മളുടെ നഗ്നത കാത്തു സൂക്ഷിക്കണം, അത് കാണാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഞാൻ ഒറ്റയ്ക്കാണെങ്കിലോ? അപ്പോൾ ഞാൻ അയച്ചുവിടട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ കാണാത്ത കുറേ ആളുകളുണ്ട്, അവരാണ് നീ ലജ്ജക്കാൻ ഏറ്റവും അർഹപ്പെട്ട ആളുകൾ. മലായിക്കത്തുകൾ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറയുന്നത് ശിർക്കാവുമെന്ന് അറിയില്ല. പല ആളുകളും ഇപ്പം അങ്ങനെയാണ്. അത് പിന്നെ എന്താണ്,
ഭൗതികം എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി പഠിപ്പിച്ചു. അതങ്ങനെ ശീലിക്കുകയാണ്. നമ്മൾ തനിച്ചാണെങ്കിൽ പോലും മാന്യമായ വസ്ത്രം ധരിച്ചിരിക്കണം. ആൺകുട്ടികളും പെൺകുട്ടികളും മുതിർന്നവരും അല്ലാത്തവരും. ഇങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഒരു സമൂഹത്തിൻ്റെ അടിത്തറ പാകുന്നത്. ചെറിയ കുട്ടികളായത് മുതൽ അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ മറ്റ് ഇടപെടലുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു യാത്രയെപ്പറ്റി, അതേപോലെ തന്നെ പെൺകുട്ടികളുമായുള്ള ഇടപാടിനെ പറ്റി കുട്ടികളോട് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ലാ യഖ്ലുവന്ന അഹദുക്കും ബിഇംറഅത്തിൻ, നിങ്ങളിൽ ഒരാളും ഒരു സ്ത്രീയുമായി തനിച്ച് നിൽക്കാൻ പാടില്ല. ഇല്ലാ വ മഅഹാദി മഹറം, അവളുടെ കുടുംബക്കാരനായി മഹറമായി. കുടുംബം മാത്രമായ പോരാ, ഏതെങ്കിലുമൊക്കെ ബന്ധുക്കാരാണെങ്കിൽ എൻ്റെ കുടുംബക്കാരനാന്ന് പറയും, കസിൻ ബ്രദറാന്നാ പറയാം. മൊത്തത്തിൽ എല്ലാവരും പെട്ടു. ഏത് കസിനായാലും പോകാമെന്നാണ്. ഏത് റോട്ടിൽ കണ്ട ആളെ പറയും അതൊക്കെ എൻ്റെ കസിനാന്നാ പറയൽ. പല ആളുകളുടെയും ശൈലിയാണത്. അതല്ല പറഞ്ഞത്. മഹറമായിക്കൊണ്ട് രക്തബന്ധത്തിലുള്ള ആളുകൾ ഒരാണില്ലാതെ മറ്റൊരാണിൻ്റെ കൂടെ നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്നാൽ റസൂലുള്ളാഹി പറഞ്ഞു ഇല്ല വശൈത്താനു സാലിസുഹുമ, മൂന്നാമതായി അവിടെ പിശാചില്ലാതിരിക്കില്ല. റസൂലുള്ളാഹിന്റെ വാക്കാണ്. സ്കൂളിൽ ട്യൂഷൻ്റെ പേരിൽ തഹ്ഫീദ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ അധ്യാപകർ ഏർപ്പിച്ചു കൊടുക്കുന്ന പൊട്ടന്മാരുണ്ട്, പോയത്തക്കാർ. ചിലപ്പോൾ പ്രവാസികളിലൊക്കെയാണ് അത് കൂടുതൽ കാണാറുള്ളത്. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് പ്രായപൂർത്തിയായ കുട്ടികളെ. തെറ്റാണ്. അങ്ങനെ ഒഴിഞ്ഞിരുന്നാൽ അവിടെ പിശാചുണ്ട് എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ സ്ത്രീകളോട് കൽപ്പിച്ചു, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ല, ഒരു ദിവസത്തെ ദൂരമുള്ള യാത്ര. ഇല്ലാ വ മഅഹാ ദു മഹറം, അവരുടെ കൂടെ മഹറമായ വ്യക്തിയില്ലാതെ. ഇപ്പോൾ സ്വാതന്ത്ര്യമാണല്ലോ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ്. ഒരു അറബിയിലൊരു ലേഖനം വന്നിരുന്നു അടുത്ത കാലത്ത്. അതിൽ പറഞ്ഞത് സ്ത്രീ എന്ന് പറഞ്ഞാൽ അപ്പോൾ ജയിലിലിട്ട പോലെയാണ്. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ആങ്ങള വേണം, അല്ലെങ്കിൽ ബാപ്പ വേണം, അല്ലെങ്കിൽ ഭർത്താവ് വേണം. എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അവരോട് ചോദിക്കണം. അങ്ങനെ ബന്ധനസ്ഥയാണ് എന്നാണ് സ്ത്രീയെപ്പറ്റി പരിതപിക്കുകയാണ്. അങ്ങനെ ബന്ധനസ്ഥയാക്കിയതല്ല, അവരെ സംരക്ഷിച്ചതാണ്. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ കണ്ടു ഡൽഹിയിൽ എന്താ സംഭവിച്ചതെന്നുള്ളത്. അങ്ങനെ പല സ്ഥലത്തും സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ആരും അറിയാറില്ല. അങ്ങനെ ഒരാൾക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ല. സ്ത്രീകളോട് മുസാഫഹത്ത് ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. അവിടുന്ന് പറഞ്ഞു നിങ്ങളുടെ തലയിൽ ഒരു ഇരുമ്പാണി അത് അടിച്ചിറക്കുന്നതാണ് ഒരു അന്യ സ്ത്രീയെ മുസാഫഹത്ത് ചെയ്യുന്നതിലേറെ നല്ലത്. കൈ കൊടുക്കാൻ പാടില്ല. അങ്ങനെ പരിശീലിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത് സാമൂഹ്യ രംഗത്ത് ഇനി നിങ്ങൾ നോക്കൂ, ഇപ്പോൾ കാണുന്ന ഏറ്റവും വലിയ പ്രതിഭാസം ആഗോളതലത്തിൽ തന്നെ തീവ്രവാദം, ഭീകരവാദം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തഫലം മുസ്ലിം ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടുന്നാ വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തർബിയത്ത് സ്വീകരിക്കാത്തത് കൊണ്ട് അല്ലേ? ഈ വിഷയത്തിലൊക്കെ കൃത്യമായി ഇപ്പോൾ അറബ് വസന്തം ഒക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ മുല്ലപ്പൂ പലതും എഴുതി എവിടെയാണ് എത്തിയത്? അവിടങ്ങളിലൊക്കെ ഉള്ള ആളുകളെ കൊലക്ക് കൊടുക്കുക ചെയ്തത് യഥാർത്ഥത്തിൽ അല്ലേ? ഈ ദിവസങ്ങളിൽ കൊടും തണുപ്പിൽ നമ്മുടെ സഹോദരന്മാരായ ആളുകൾ അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം നൽകുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഫലസ്തീനിലും സിറിയയിലൊക്കെ ഉള്ള അവസ്ഥ എന്താണ്? അവരൊക്കെ രാജ്യത്തിനെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് ഭരണാധികാരികൾക്കെതിരെ. റസൂലുള്ളാഹി പറഞ്ഞു അവസാന കാലഘട്ടത്തിൽ കുറേ ഭരണാധികാരികൾ ഉണ്ടാകും, യുഅഖിറൂന സ്വലാത്ത അൻ വഖ്തിഹാ, അവർ പലതും മാറ്റി മാറ്റി അവസാനം നമസ്കാരത്തിൻ്റെ സലടൈം തന്നെ മാറ്റും. അപ്പോൾ ഒരു സഹാബി ചോദിച്ചു, ഞങ്ങൾ അവരെ വാളുകൊണ്ട് ശരിയാക്കട്ടെ? സമയം മാറ്റില്ലേ ചെയ്തിട്ടുള്ളൂ. പല വിഷയത്തിലും ആ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ചില ഹദീസുകളിൽ കാണാൻ പറ്റും. അത്തരക്കാരായ ഭരണാധികാരികൾക്കെതിരെ ഞങ്ങൾ വാളെടുക്കട്ടെ? റസൂലുള്ളാഹി പറഞ്ഞു ലാ മാ അഖാമു ഫീക്കും മുസ്സലാ, അവർ നിസ്കരിക്കുന്നുണ്ട്, അവർ മുഅ്മിനീങ്ങളാണ്, എങ്കിൽ അവർക്കെതിരെ നിങ്ങൾ പോരാടാൻ പാടില്ല. ഭരണകൂടത്തിനെതിരെ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനമാണത്. കല്ലെറിയാനും മുദ്രാവാക്യാനും ഒക്കെ വിളിക്കാനൊക്കെ എളുപ്പമുണ്ടാകും. നാട്ടിലെ സമാധാനം തകർന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അതിൻ്റെ ദുരന്തഫലം നമ്മൾ അയൽ രാജ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി പറഞ്ഞതാണ്. അത് സൗകര്യപൂർവ്വം മറക്കല. എന്തിനു വേണ്ടി? സ്വാതന്ത്ര്യം വേണം, അടിച്ചമർത്തൽ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞതാണത്. ഭരണാധികാരികൾ അനുസരിക്കണം. അതിൻ്റെ അർത്ഥം അവരുടെ കൂടെ കൂടണം എന്നല്ല. തഅരിഫു മിൻഹും വ തുൻകിർ, അവരിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും, ശരിയായ കാര്യങ്ങളുണ്ടാകും, അത് നമ്മൾക്ക് അംഗീകരിക്കാം. അവർ പറയുന്ന തെറ്റായ കാര്യങ്ങൾ മനസ്സുകൊണ്ട് തൃപ്തിപ്പെടാതിരുന്നാൽ മതി. അല്ലാതെ പരസ്യമായി വിളിച്ചു പറയാൻ നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. അത് പാലിക്കാത്തത് കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ. ഇസ്ലാമിക രാജ്യങ്ങളാവട്ടെ അല്ലാത്തടുത്താവട്ടെ അതിൻ്റേതായൊരു മാനദണ്ഡമുണ്ട്.
വേഗം വീട്ടിലെ കുട്ടികളെയും സ്ത്രീകളെയും മരുമക്കളെയും കൂട്ടിയിട്ട് എയർപോർട്ടിലേക്ക് ജാഥ ഉണ്ടാക്കുകയല്ല അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ. അത് നമ്മളോട് വിരോധിച്ച സംഗതിയാണ്. ഇത് പാലിക്കാൻ അവർക്ക് സാധ്യമല്ല. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആ കാലത്ത് ജാഹിലിയ്യ കാലത്തുള്ള ആൾക്കാരോട് പറഞ്ഞതല്ലേ. ഇന്ന് പരിഷ്കൃത സമൂഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ ഏറ്റവും നല്ല രൂപമാണ് പ്രകടനം. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ഓരോ കാര്യങ്ങളും അവർ വിലയിരുത്തിയിട്ടുള്ള ആ രൂപത്തിലാണ്. വിശ്വാസികളോട് അവരുടെ മതപരമായ ബോധം വളർത്താൻ വേണ്ടി, ഈമാനികമായ വളർച്ചയ്ക്ക് വേണ്ടി റസൂലുള്ള പറഞ്ഞു. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, എന്താ അവരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ഏറ്റവും നേരത്തെ പള്ളിയിലെത്താനാണ്. അവിടുന്ന് പറഞ്ഞു, 1-ാം നാഴിക നേരത്തെ വരുന്ന ആൾക്ക് ഒരൊട്ടകത്തിനെ അറുത്ത് അതിൻ്റെ മാംസം ദാനം ചെയ്ത പ്രതിഫലമുണ്ട്. 2-ാം നാഴിക നേരം, അത് ആദ്യം വരുന്നവർക്കല്ല കേട്ടോ. ഇവിടെ വാതിൽ തുറന്നത് 11 മണിക്കാണെങ്കിൽ 10:59 വന്ന ആളെ പറ്റിയല്ല. നാഴിക എന്ന് പറഞ്ഞാൽ രാവിലെ മുതലുള്ള സമയത്തിനെ പറ്റിയാണ്. ആ സമയത്ത് എത്തണം. നമ്മളുടെ കാലത്ത് ഇപ്പോൾ ആടർത്ത ആരും ഉണ്ടാവില്ല, ഒട്ടകം അറക്കണ പോലെ ആരും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് പറഞ്ഞ പ്രതിഫലം പിന്നീട് വരുന്ന ആൾക്ക് പശു, അത് കഴിഞ്ഞ് വരുന്ന ആൾക്ക് ആട്, അവസാന നാഴിക നേരത്ത് വരുന്നവർക്കോ കോഴിമുട്ട. വലിയ വലിയ പാമ്പുണ്ടായതുകൊണ്ട് തിരക്കടില്ല. ആ രൂപത്തിൽ കോഴിമുട്ടൻ്റെ ആൾക്കാരാപ്പോൾ ഉള്ളത്. അല്ലാതെ ആടിനർത്ഥവും അതിൻ്റെ അപ്പുറത്തേക്കുള്ള പശുവിനർത്ഥവരും അതിൻ്റെ പ്രതിഫലം കിട്ടുന്നവർ ചുരുക്കമാണ്. പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് നേരത്തെ എത്തിയാൽ മതി എന്നാണ്. ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ പൊതുവെ ആൾക്കാർ വരാറുള്ളത് 11:55, അതുകൊണ്ട് ഒരു 11:50 എത്തിയാൽ മതി. എന്നാൽ ഒട്ടകത്തിന് അർത്ഥ പ്രതിഫലം ഉണ്ടാവുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട, അതല്ല പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ ഹദീസ് അംഗീകരിക്കാറില്ല. എന്താ കാരണം? ഇതിൻ്റെ പ്രതിഫലം കുറച്ച് കൂടുതലാണ്, അങ്ങനെയാണ് പറഞ്ഞത്. ഹദീസ് തള്ളാൻ അല്ലാതെ സ്വീകരിക്കാൻ വേണ്ടിയല്ല. പണ്ഡിതന്മാർ വെച്ച കുറേ മാനദണ്ഡമുണ്ട്. അതിൽപ്പെട്ട ഒന്നെന്താണ്? ചെറിയ കർമ്മത്തിന് കൂടുതൽ പ്രതിഫലം. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് തന്നെ മനസ്സിലായിട്ടില്ല. ഇത് ചെറിയ കർമ്മമല്ല. ചെറിയ കർമ്മമാണെങ്കിൽ എല്ലാവരും ചെല്ലുവില്ലേ? 1-ാം നേരത്ത് വരണമെന്ന് പറഞ്ഞു, നായിക സമയത്ത്. ആ സമയത്ത് വരാമെന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള സംഗതിയാണ്, ആർക്കും അത് ലഭിക്കാനില്ല. അങ്ങനെ വന്നാൽ ഒട്ടകത്തിന് അർത്ഥ പ്രതിഫലമുണ്ട്. ഒട്ടകത്തിൻ്റെ ഇറച്ചി എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലുള്ളതാണ്. അതുകൊണ്ട് ഈ ഹദീസ് ചെയ്യേണ്ട, നിങ്ങളെല്ലാവരും കിടന്നുറങ്ങിയ സൗകര്യം പോലെ അവസാനം വന്നാൽ മതി. കാരണം ഹദീസ് തള്ളിയിരിക്കുകയാണ്. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരാൾ ഖത്തീബ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ ഹൗദുംകരിൽ ഒന്ന് ഒതെടുത്തു, ഒച്ചയും വിളി ഉണ്ടാക്കി അവിടെ ഇരുന്നു. അയാളാണോ ആ ഖുതുബയിൽ നിന്ന് യഥാർത്ഥ രൂപത്തിൽ തസ്കിയത്ത് ഉൾക്കൊള്ളുക? അതല്ല ഈ പറഞ്ഞ രൂപത്തിൽ നേരത്തെ പള്ളിയിലെത്തിയ ആളാണോ? അവിടെ എത്തി രണ്ടാമത് പറഞ്ഞ സൂറത്ത് അൽ കഹ്ഫ് പാരായണം ചെയ്തു. അത് ഏത് സമയത്തും പാരായണം ചെയ്യാം, അതിനൊരു അവസരം എന്ന നിലക്ക്. അല്ലെങ്കിൽ അതിനുശേഷവും മറ്റു ഖുർആനിലെ വചനങ്ങൾ ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലി ദിക്റുകളുമായി കഴിഞ്ഞുകൂടുന്നവനാണോ വിശുദ്ധനാവുക? അതല്ല, ഇതൊന്നും ചെയ്യേണ്ട, അതിനൊന്നും വലിയ പ്രാധാന്യമില്ല എന്ന് പറയുന്നവനാണോ? തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റസൂലുള്ളാഹി പറഞ്ഞു, ആരെങ്കിലും സുബഹി നമസ്കാരം ജമാഅത്തിൽ നമസ്കരിച്ചു, എന്നിട്ട് അവിടെ ഇരുന്നു, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരുന്നു സൂര്യൻ ഉദിക്കുന്നത് വരെ, അതിനുശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമത്തിൻ താമ, അവന് ഒരു ഹജ്ജിൻ്റെയും ഉംറയുടെയും പരിപൂർണ പ്രതിഫലമുണ്ട്. ഒട്ടകത്തിന് എൻ്റെ ഇറച്ചി തന്നെ കൂടുതലാണെങ്കിൽ പിന്നെ ഈ ഹജ്ജിൻ്റെ കൂലി, ഹജ്ജിൻ്റെ ഒരു ചെറിയ കർമ്മമാണെന്ത് വലിയ കർമ്മം എന്ന് പറഞ്ഞാൽ അത് ഏതായാലും ഞാൻ തള്ളിയിരിക്കുകയാണ്. ഈ ഹദീസിൻ്റെ സനദിന് ചില ചർച്ചയുണ്ട്. പക്ഷേ ആ സംഭവം നമ്മൾക്ക് സഹാബിമാരുടെ ജീവിതത്തിൽ നിന്ന് വളരെ കൃത്യമായി സഹീഹ് മുസ്ലിമിലൊക്കെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ സഹാബികൾ അദ്ദേഹത്തിനെ ഉണർത്താൻ ചെന്നപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അത് സഹീഹായ സുന്നത്ത് തന്നെയാണ് എന്നുള്ളത്. ഈ രൂപത്തിൽ പ്രതിഫലം കൂടിയാൽ ഒഴിവാക്കുകയാണ്. ചില ഹദീസുകളിൽ കാണാൻ പറ്റും മദീനയിലുള്ള ആളുകളോടുള്ള നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അവിടെ സന്ദർശിക്കാൻ പോകുന്ന ആളുകൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് താമസ സ്ഥലത്ത് നിന്ന് ഒദു പിടിച്ച് ഖുബാ പള്ളിയിലെത്തി അവിടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ അയാൾക്ക് ഉംറയുടെ പ്രതിഫലമുണ്ട്. അത് കേട്ടപ്പോൾ ഒരാൾ പറഞ്ഞത് നാട്ടിൽ നിന്ന് വന്നപ്പോഴേ, അങ്ങനെ ഉണ്ടോ, എനിക്കത് അറിയില്ലായിരുന്നു, ഞാൻ ഒതു പിടിച്ച് പോട്ടെ എന്നല്ല. എന്നാൽ പിന്നെ മക്കത്തേക്ക് മെനക്കെട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് മൂപ്പരെ പ്രതികരണം. പ്രതിഫലം കുറച്ച് കൂടുതലാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയാണെങ്കിൽ സ്വർഗത്ത് പോകാൻ ഉണ്ടാവില്ല. എല്ലാ കർമ്മങ്ങളുടെയും പ്രതിഫലം അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി തംലഉൽ മീസാൻ, സുബ്ഹാനല്ലാഹ് വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ആ ദിക്ർ തുലാസ് നിറക്കുന്നതാണ്. ഔ തംലഉ ബൈനസ് സമാഇ വൽ അർളി, അതല്ലെങ്കിലോ ആകാശഭൂമികളോ അതല്ലെങ്കിൽ അതിനിടയിലുള്ള മുഴുവൻ ഗ്യാപ്പും നിറക്കാൻ മാത്രം വലുതാണ്. എന്ത്? സുബ്ഹാനല്ലാഹി വബിഹംദി. ഇതിൻ്റെ കൂലി ഏതായാലും ഏറെ എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ ഇത്ര വലിയ പ്രതിഫലം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ റസൂലുള്ളാഹി കണ്ടതിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ പറഞ്ഞത് സ്വർഗത്തിൽ
ഉള്ള പിന്നെ ഓരോ മരം നടുകയാണ് തസ്ബീഹിനും തൗഹീദ് കലിമത്ത് ചൊല്ലുന്നതിനൊക്കെ. ഇതൊക്കെ തള്ളേണ്ടി വരും. അടുത്തൊന്നും വിശ്വാസമല്ല. കാരണം എന്താ? ഹദീസ് അതിൽ പ്രതിഫലം കൂടിയാ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഖുർആനും തള്ളേണ്ടി വരും. കാരണം ഖുർആനിൽ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സദക്ക ചെയ്യുന്നവൻ്റെ ഉദാഹരണം ഒരു വിത്ത് ഇടുന്നത് പോലെയാണ്. അതിൽ നിന്ന് 7 ചെടികൾ വരുന്നു. അതിലൊക്കെ 10 മണികൾ വന്ന് 700 അത് മാറുന്നു. വയുദായിഫു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വർദ്ധിപ്പിക്കുന്നു എന്നാണ്. റസൂൽ പറഞ്ഞു, ആരെങ്കിലും ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴയുടെ വലുപ്പമുള്ള ഈത്തപ്പഴ പഴം അല്ലെങ്കിൽ കാരക്ക ഒരാൾ സദക്ക ചെയ്താൽ അള്ളാഹു അവൻ്റെ വലത് കൈ കൊണ്ടത് സ്വീകരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു അതിനെ വളർത്തും. ഏതുപോലെ? നിങ്ങൾ കുതിരയുടെ ചെറിയ കുട്ടികളെ വളർത്തും പോലെ. ഖിയാമത്ത് നാളിൽ അതിൻ്റെ പ്രതിഫലം കണ്ട് വിശ്വാസി അത്ഭുതപ്പെടുകയാണ്. ഞാൻ കൊടുത്ത ഒരു കാരക്കയാണ് ഇപ്പോൾ ഉഹദ് മലയോളം വളർന്ന് വലുതായിട്ടുള്ളത്. ഈ പറഞ്ഞ ആൾക്കാർക്ക് പ്രതിഫലം കൂടുതലാണ്, ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തൽക്കാലം മിണ്ടാതെ ഇങ്ങനെ പോവാം. ഒരു കർമ്മവും ചെയ്യേണ്ടതില്ല, ദിക്ർ ചൊല്ലേണ്ടതില്ല, ഖുർആൻ പാരായണം ചെയ്യേണ്ട, പിന്നെ ഇസ്ലാമികപരമായ ഒരു മര്യാദയും വേഷവും പുലർത്തേണ്ടതില്ല. പിന്നെ എന്ത് തസ്കിയത്താണ് അവർക്ക് കിട്ടുക? ഇതാണ് സഹോദരന്മാരെ നമ്മളുടെ സമൂഹത്തിൽ വന്ന ഏറ്റവും വലിയ, ഇതൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് വന്ന അപജയത്തിൻ്റെ ഒന്നാമത്തെ കാരണം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹദീസുകളോടുള്ള ആ സമീപനവും അത് ഉൾക്കൊള്ളാനുള്ള വിമുഖതയും. നിങ്ങൾ നോക്കൂ, സഹാബികളുടെ ജീവിത രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം ചെയ്താൽ അവിടെ പിന്നെ അവർ ആലോചിക്കുന്നില്ലല്ലോ. റസൂലുള്ളാഹി ചെയ്തതുപോലെ ചെയ്യാൻ. അത് ആയത്താപ്പങ്ങൾ ഓതിയത് അതല്ല, നിങ്ങളെ വകയാണെന്ന് ചോദിക്കുന്നുണ്ടോ? ഒരു കാര്യം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സഹാബി ചോദിച്ചു, അല്ല റസൂലേ, ഇത് ആയത്താ അതല്ല നിങ്ങൾ പറയണതാ? ഏതെങ്കിലും ഒരു സംഭവത്തെ നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റൂല. മറിച്ച് റസൂലുള്ളാഹിന്റെ കൽപ്പന ആ രൂപത്തിൽ തന്നെ അവർ പാലിക്കുകയാണ്. ഏത് വിഷയവുമാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബികളെ കൂട്ടി നിസ്കരിക്കുകയാണ്. നമസ്കാരത്തിനിടയിൽ റസൂലുള്ളാഹി ചെരുപ്പ് അഴിച്ചു വെച്ചു. അങ്ങനെയാണ് മരുഭൂമിയിൽ ഒഴിഞ്ഞ പ്രദേശത്തൊക്കെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ചെരുപ്പ് പ്രത്യേകം അഴിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതൊരു സുന്നത്താണ്. അഹ്ലി കിതാബിൻ്റെ ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി ചെരുപ്പ് അഴിക്കും. നിങ്ങളത് ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി പ്രത്യേകം പറഞ്ഞു, ചെരുപ്പ് തന്നെ അത് നിസ്കരിക്കണം. പക്ഷേ റസൂലുള്ളാഹി ചെരുപ്പ് അഴിക്കുന്നത് കണ്ടപ്പോൾ സഹാബികളൊക്കെ അഴിച്ച് മാറ്റി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന് ശേഷം ചോദിച്ചു, എന്തിനാണ് ഞങ്ങളൊക്കെ ചെരുപ്പ് അഴിച്ചത്? അവർ പറഞ്ഞു, റസൂലുള്ളാഹി നിങ്ങൾ ചെരുപ്പ് അഴിച്ചുകൊണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, എൻ്റെ അടുക്കൽ ജിബ്രീൽ വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, താങ്കളുടെ ചെരുപ്പുകളിൽ അഴുക്കുണ്ട്, ഞാനങ്ങനെ മാറ്റി വെച്ചതാണ്. നിങ്ങൾ നിസ്കരിക്കാൻ വരുന്നതിന് മുമ്പ് ചെരുപ്പ് മറിച്ചിട്ട് നോക്കുക. അത് ഗ്രാമപ്രദേശങ്ങളും നമുക്കറിയാലോ, അവിടെയൊക്കെ ഉണ്ടാവുന്ന പല അഴുക്കുകളുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ കണ്ടാൽ മാറ്റി വെക്കുക. അതല്ലെങ്കിൽ ഉരച്ച് വീണ്ടും ഉരക്കുക എന്ന് പറഞ്ഞാൽ മണ്ണിൽ പൊടിയിലൂടെ ഉരച്ചിട്ട് ആ ചെരുപ്പ് വൃത്തിയാക്കി അതിൽ നിസ്കരിക്കുക എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തു. ഇവിടെ അവർ കാത്തു നിൽക്കണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ തന്നെ ചെയ്യാൻ. റസൂലുള്ളാഹി ഒരിക്കൽ മോതിരം എടുത്തു, സ്വർണത്തിൻ്റെ. സഹാബികളൊക്കെ പിന്നീട് പെട്ടെന്ന് സ്വർണ്ണമോതിരം ധരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഉപേക്ഷിച്ചു. അത് വിലക്കി ആയതായ നിയമം വന്നു. സഹാബികളൊക്കെ അത് ഒഴിവാക്കി. പിന്നെ വേറെ മോതിരം സ്വീകരിച്ചപ്പോൾ സഹാബികൾ ആ രൂപത്തിൽ അത് സ്വീകരിച്ചു. അവരുടെ ജീവിത രീതിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യുന്നു അങ്ങനെ ചെയ്യാൻ. അതിനുള്ള താല്പര്യം, അത് പഠിക്കാനുള്ള അവരുടെ കൗതുകം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ ദൂതരെ, അറഅയ്ത സുകൂതക ബൈന തക്ബീരി വൽ ഖിറാഅ മാ തഖൂലു ഫീഹി. റസൂൽ പ്രവാചകരെ, അല്ലാഹുവിൻ്റെ ദൂതരെ, നിങ്ങൾ നമസ്കരിക്കാൻ നിന്നാൽ തക്ബീർ ചൊല്ലിയതിന് ശേഷം അല്പനേരം മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ, എന്താ അവിടെ പറയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുആഉൽ ഇസ്തിഫ്താഹ് പഠിപ്പിച്ചു കൊടുത്തു. ആ സഹാബി അതിനുവേണ്ടി ചോദിക്കുകയാണ്, അത്ര താല്പര്യത്തോടുകൂടി ചെയ്യാണ്. അദ്ദേഹം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഔസാനി ഖലീലി ബി സലാസ്, എൻ്റെ ഖലീൽ എന്നോട് 3 കാര്യം കൽപ്പിച്ചിട്ടുണ്ട്, വസിയത്ത് ചെയ്തിട്ടുണ്ട്. എൻ്റെ മരണം വരെ ഞാൻ അതിലൊന്നും ഒഴിവാക്കുകയില്ല. എന്താണത്? ഒന്ന് ദുഹാ നമസ്കാരം എന്നോട് കൽപ്പിച്ചതാണ്. 1 മാസത്തിൽ 3 ദിവസം നോമ്പ് പിടിക്കാൻ, ഉറങ്ങുന്നതിന് മുമ്പ് വിത്തർ നമസ്കരിച്ച് കിടക്കാൻ ഞാനത് ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ തന്നെ പരിപാലിച്ചു വരികയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഭാര്യ പരാതി പറഞ്ഞ വിശദമായൊരു സംഭവമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി വിളിച്ച് ചോദിച്ചു, എങ്ങനെയൊക്കെയാണ് ജീവിതം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു. റസൂലുള്ളാഹി അദ്ദേഹത്തിൻ്റെ ആ ജീവിത ശൈലിയെ വിമർശിച്ചു. എന്നിട്ട് ശരിയായ രൂപത്തിൽ പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ ദിവസവും നോമ്പ് പിടിക്കാൻ പാടില്ല,
രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കാൻ പാടില്ല. നമ്മൾക്ക് ശരീരത്തിനോട് ബാധ്യതയുണ്ട്, കുട്ടികളോടുണ്ട്, ഭാര്യയോടുണ്ട്, സമൂഹത്തിനോടുണ്ട്. അതുകൊണ്ട് അല്പനേരം നിസ്കരിക്കുക, പിന്നെ കിടന്നുറങ്ങിക്കോ. എല്ലാ ദിവസവും നോമ്പ് പിടിക്കാൻ പാടില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഞാൻ ഒന്ന് ഇടവിട്ട് പിടിച്ചോളാം. ആദ്യം റസൂലുള്ളാഹി പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു മാസത്തിൽ 3 ദിവസം നോമ്പ് പിടിച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരോഗ്യമുള്ള വ്യക്തിയാണ്, എനിക്ക് കൂടുതൽ നോമ്പ് പിടിക്കാൻ താല്പര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമൊന്നും അദ്ദേഹം സ്വീകരിച്ചില്ല. അവസാനം റസൂലുള്ളാഹി പറഞ്ഞു, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നോമ്പ്, ഒരു ദിവസം നോമ്പ്, പിറ്റേ ദിവസം നോമ്പില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതിലേറെ പിടിക്കാൻ പറ്റും. റസൂലുള്ളാഹി പറഞ്ഞു, അതിൻ്റെ അപ്പുറത്തേക്ക് നോമ്പില്ല. ഒരു ദിവസം നോമ്പ്, പിറ്റേ ദിവസം നോമ്പ് തുറക്കുക. എല്ലാ ദിവസവും നോമ്പ് നോറ്റവന് നോമ്പില്ല, നോമ്പില്ലാത്തവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് അദ്ദേഹത്തിന് പ്രായമായപ്പോൾ, ആവേശമൊക്കെ പോകുന്ന അവസ്ഥയാണല്ലോ പ്രായമാകുമ്പോൾ, അദ്ദേഹത്തിനെല്ലാം ഒന്നിടവിട്ട് നോമ്പ് പിടിക്കാൻ വയ്യ. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നിർദ്ദേശം സ്വീകരിച്ചാൽ മതിയായിരുന്നു, മാസത്തിൽ 3 നോമ്പ് പിടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ച് ഞാൻ ഏറ്റെടുത്തതാണല്ലോ ഒന്നിടവിട്ട് നോമ്പ് പിടിക്കാൻ, അതുകൊണ്ട് മരണം വരെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. പ്രായമായിട്ട് അദ്ദേഹം ഉപേക്ഷിക്കണില്ല. ഈ സഹാബി തന്നെ ഒരിക്കൽ ഒരു മഞ്ഞ റീത്ത ധരിച്ചുകൊണ്ട്, ഷാള് ധരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അത് അവിശ്വാസികളുടെ വസ്ത്രമാണ്. അദ്ദേഹം വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ അടുപ്പിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാള് ഊരിയിട്ട് അടുപ്പിലിട്ടു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, എന്താ നിന്റെ ഷാള് ചെയ്തത്? പറഞ്ഞു, അത് കത്തിച്ച് കളഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, അത് വീട്ടിലെ സ്ത്രീകൾക്ക് കൊടുത്തുകൂടായിരുന്നോ? അദ്ദേഹം സമ്മതിച്ചില്ല. അള്ളാഹിൻ്റെ റസൂലിന് ഇഷ്ടപ്പെടാത്തൊരു വസ്ത്രം എൻ്റെ ശരീരത്തിൽ വേണ്ട, അദ്ദേഹം കത്തിച്ച് കളയുക ചെയ്തത്. എത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവർ ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയെ ശിരസാ വഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പഠിക്കാൻ വേണ്ടി അവർ കാണിച്ച താല്പര്യം. നമ്മളൊക്കെ ഇപ്പോൾ ഹദീസ് കേൾക്കുമ്പോൾ അതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഹദീസിൻ്റെ ഒരുപാട് കിതാബുകളുണ്ട്, അതിൻ്റെ വിശദീകരണം അതിലേറെ ഉണ്ട്. അത് നമുക്ക് കഴിയില്ല. ഒക്കെ മാറ്റി വെച്ചിട്ട് ഖുർആനിൽ പറഞ്ഞ കാര്യമാണ് ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്, അതനുസരിച്ച് ജീവിച്ചാൽ മതി. പല ആളുകളും അങ്ങനെയാണല്ലോ പറയേണ്ടത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ സഹാബികൾ നമ്മൾക്ക് കാണിച്ചെന്ന മാതൃക. ഞാൻ ആ ഉദാഹരണം പറഞ്ഞ് നമ്മളുടെ അവസാനിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിൽ സ്വീകരിച്ച സഹാബി ആരായിരുന്നു? അൻസാരികളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏത് വീട്ടിലാണ് ഇറങ്ങിയത്? അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ. അദ്ദേഹം ഒരു ഹദീസ് കേൾക്കുകയാണ് അബ്ദുല്ലാഹി ഇബ്നു അനീസിൽ നിന്ന്. അദ്ദേഹം പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിര്യാണ ശേഷം. എന്താണ് ഹദീസ്? അദ്ദേഹം അത് അന്വേഷിക്കാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു അനീസിനെ കാണാൻ തീരുമാനിച്ചു. അദ്ദേഹം ഉള്ളത് സിറിയയിലാണ്. ഉടനെ അങ്ങോട്ടൊരു വാഹനം തരപ്പെടുത്തി ഒട്ടകം വാങ്ങി അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യാൻ 1 മാസം യാത്ര ചെയ്ത് അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് അല്ലെങ്കിൽ അനീസ് എന്ന സഹാബിയെ കണ്ടുമുട്ടി. എന്നിട്ട് ചോദിക്കാൻ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇന്ന രൂപത്തിലൊരു ഹദീസ് പറയുന്നുണ്ടല്ലോ, അതൊന്ന് കേൾപ്പിച്ചു തരണം. ഉടനെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഉർല. പരലോകത്ത് മഹ്ശറ വൻസഭയിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനം വരെ ജീവിച്ച മുഴുവൻ മനുഷ്യന്മാരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടും. എങ്ങനെ? ഹുഫാതൻ ഉറാതൻ, നഗ്നരായി, കാലിൽ ചെരുപ്പ് ധരിക്കാത്തവരായി സൂര്യന്റെ താഴെ ഒരുമിച്ച് കൂട്ടും. അവിടെ വെച്ച് അല്ലാഹു അവരെ വിളിക്കും. യസ്മഉഹു, അത് കേൾക്കും അടുത്തുള്ളവനും ദൂരെയുള്ളവനും ഒരേ ശബ്ദത്തിൽ. എന്നിട്ട് അല്ലാഹു തആല പറയും, അനൽ മലിക്കു അനദ്ദയ്യാൻ, ഞാനാണ് സർവാധിപൻ, ഞാനാണ് രാജാതിരാജൻ. ഇന്നിതാ നിങ്ങളെ സ്വർഗത്തിലേക്കും, ഒരു വിഭാഗത്തിനെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തിനെ നരകത്തിലേക്കും ആനയിക്കുന്നു. സ്വർഗത്തിൽ പോകേണ്ട ആളുകൾക്ക് നരകത്തിലേക്ക് പോകുന്ന ആളുകളിൽ നിന്ന് വല്ല മദ്ലമത്തും ലഭിക്കാനുണ്ടെങ്കിൽ, വല്ല ഹക്കും ലഭിക്കാനുണ്ടെങ്കിൽ അവരെ നരകത്തിലേക്ക് വിടുന്നില്ല, അത് ലഭിക്കുന്നതിന് മുമ്പായി. എന്നിട്ട് സ്വർഗത്തിൻ്റെ ആളുകളെ വിളിക്കും. അവരോട് പറയും, നിങ്ങൾ നരകത്തിൽ പോകുന്ന ആളുകൾക്ക് വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് മാത്രമേ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർ ഏതായാലും നരകത്തിലേക്കല്ലേ, അങ്ങനെ വിടുന്ന അനീതി ഞാൻ കാണിക്കുകയില്ല എന്ന് അല്ലാഹു തആല വിളിച്ചു പറയും. അത് കേട്ടപ്പോൾ സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, അവിടെ വെച്ച് എങ്ങനെയാണത് വീട്ടുക? നഗ്നരായി, നഗ്നപാതരായി, ഉടുതുണിയില്ലാതെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ആ കടം വീട്ടുക? റസൂലുള്ളാഹി പറഞ്ഞു, ബിൽ ഹസനാതി വസ്സയ്യിആത്ത്,
സ്വർഗത്തിലുള്ള ആളുകൾ വീട്ടുക, അവരുടെ സൽക്കർമ്മങ്ങൾ നരകത്തിലുള്ള ആളുകൾ കൊടുക്കേണ്ടി വരും. നരകത്ത് പോകുന്ന ആളുകളുടെ തെറ്റ് സ്വർഗക്കാരൻ സ്വീകരിക്കേണ്ടി വരും. ഇങ്ങനെ സ്വീകരിച്ച് സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമാകുന്ന രംഗങ്ങൾ വരെ സംഭവിക്കും. ഈ ഹദീസ് കേൾപ്പിച്ചു കൊടുത്തു. അദ്ദേഹം ഉടനെ മദീനയിലേക്ക് തിരിച്ചു പോരുകയാണ്. ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരിക്കാൻ വന്നതല്ല, ഈ ഹദീസ് പഠിക്കാൻ വന്നതാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. വേറൊരു സഹാബി ജാബിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹവും ഉഖബത്ത് ബിൻ ആമിറും ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ജാബിറിന് അത് ഓർമ്മയില്ല റളിയല്ലാഹു അൻഹും അജ്മഈൻ. അദ്ദേഹം അത് കേട്ട സദസ്സിലുണ്ടായിരുന്ന സഹാബിയെ അന്വേഷിച്ച് പുറപ്പെടുകയാണ്. അദ്ദേഹം ഈജിപ്തിലെത്തിയിട്ടുണ്ട്, അവിടെ താമസിക്കുകയാണ്. അവിടെ ചെന്നു, ഗവർണറെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഉഖബത്ത് ബിൻ ആമിറിനെ കാണണം. മുഹമ്മദ് ബിൻ മസ്ലമയാണ് അവിടുത്തെ ഗവർണർ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇരിക്കൂ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിയാണ്, നിങ്ങൾ ഇരിക്കൂ, സൽക്കാരനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കതൊന്നും ആവശ്യമില്ല, എനിക്ക് ഇവനെ കണ്ടാൽ മതി, ഉഖബത്ത് ബിൻ ആമിറിൻ്റെ അടുക്ക് എന്നെ എത്തിച്ചേരണം. അദ്ദേഹത്തിൻ്റെ അടുത്ത് വീട് പറഞ്ഞു കൊടുത്തു. അവിടെ എത്തി, ഒട്ടകത്ത് നിർത്തി. വീട്ടിൽ നിന്ന് ആരോ വിളിക്കുന്നുണ്ട് പുറത്തുനിന്ന്. അദ്ദേഹം ഇറങ്ങി വന്നു. കണ്ടപ്പോൾ തന്നെ സലാം പറഞ്ഞു. അദ്ദേഹം വാരി പുണർന്നു, ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ ഇരിക്കാൻ വന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വിശ്വാസിക്ക് പരലോകത്ത് അല്ലാഹു അവൻ്റെ തെറ്റുകൾ മറച്ചു വെക്കുന്ന ഒരു ഹദീസ് ഞാനും നിങ്ങളും മാത്രമേ കേട്ടിട്ടുള്ളൂ. ഭൂമിയിൽ വേറെ ആളും അത് കേട്ടിട്ടില്ല. നിങ്ങളത് പറഞ്ഞു തരണം. അത് പറഞ്ഞു തരുന്നതിന് മുമ്പായി നമ്മളിൽ ആരെങ്കിലും മരിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഉടനെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അല്ലാഹു തആല പരലോകത്ത് വെച്ച് ഈ നേരത്തെ പറഞ്ഞ മഹ്ശറ വൻസഭയിൽ ചില ആളുകളുടെ തെറ്റ് അല്ലാഹു മറച്ചു വെക്കും. ആരതാണെന്നറിയോ? മൻ സതറ മുസ്ലിമൻ അലാ ഖിസിയത്തിൻ ഫിദ് ദുനിയാ സതറഹു അല്ലാഹു യൗമൽ ഖിയാമ. ദുനിയാവിൽ വെച്ചൊരു വിശ്വാസിയുടെ ന്യൂനത ആരെങ്കിലും മറച്ചു വെച്ചാൽ പരലോകത്ത് അല്ലാഹു അയാളുടെ തെറ്റ് മറച്ചു വെക്കും. സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണിത്. പല ആളുകളും വിശ്വാസിയാണ്, പക്ഷേ എൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല. എന്നാ പ്രചരിപ്പിക്കന്നെ. ശരിയാണെങ്കിലും വേണ്ട, തെറ്റാണെങ്കിലും വേണ്ടില്ല, എവിടെ ന്യൂനതയാവട്ടെ അല്ലാത്തതാവട്ടെ പ്രചരിപ്പിക്കുന്നതിൽ മിടുക്കന്മാരാണ് പല ആൾക്കാരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തർബിയത്ത് കൊണ്ടുണ്ട്. ശരിയായ രൂപത്തിൽ നമ്മളത് പാലിക്കേണ്ടതുണ്ട്. ഈ ഹദീസിന് വേണ്ടി ഒരു മാസം അല്ലെങ്കിൽ അതിലേറെ ഈജിപ്തിലേക്ക് പോയിട്ടാണ് ആ സഹാബി അത് കരസ്ഥമാക്കുന്നത്. അങ്ങനെ അത് ജീവിതത്തിൽ പകർത്തിയത് കൊണ്ടാണ് അവർക്ക് മാതൃകായോഗ്യന്മാരായ ആളുകളായി ജീവിക്കാൻ സാധിച്ചത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരു രാത്രിയും പകലുമായി 12 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബിഹിന്ന ബൈതൻ ഫിൽ ജന്ന. സ്വർഗത്തിൽ അവൻ അള്ളാഹു ഒരു വീട് പണിയും. 12 റക്അത്ത് ഫർദിന് പുറമെ സുന്നത്ത് നമസ്കരിച്ചാൽ. അവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ 12 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നത് ഒഴിവാക്കിയിട്ടില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഈ ഹദീസ് കേൾക്കുന്നത് അംബസ ഇബ്നു അബി സുഫിയാൻ എന്ന താബിയാണ്. അദ്ദേഹം പറയുന്നത്, ഉമ്മുൽ മുഅ്മിനീൻ നമ്മുടെ ഉമ്മയിൽ നിന്ന് ഞാൻ ആ ഹദീസ് കേട്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ 12 റക്അത്ത് ഒഴിവാക്കിയിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് ഇബ്നു ഔസ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, അംബസയിൽ നിന്ന് ഞാൻ ആ ഹദീസ് കേട്ടിട്ട് പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് 12 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാതെ ഒരു ജീവിതം കഴിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ റാവിമാരൊക്കെ, ഇമാം മുസ്ലിമാണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത്, അവിടെ വരെയുള്ള മുഴുവൻ റാവിമാരും പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് കേട്ടതിന് ശേഷം പിന്നീട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ സുന്നത്ത് പോയിട്ടില്ല. ഇങ്ങനെ ആയിരിക്കണം. ഒരു ഹദീസ് കേൾക്കുമ്പോൾ അത് പഠിക്കുകയും വേണം. നമ്മൾക്ക് ആവശ്യമുണ്ടത് മാത്രം സ്വീകരിക്കുക. നമ്മളുടെ എതിരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാൻ വേണ്ടി മാത്രം അത് ജീവിതത്തിൽ പകർത്തുക, അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുക. അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാവണം. അതാണ് യഥാർത്ഥത്തിലുള്ള തർബിയത്ത്. സഹാബികളുടെ ജീവിതത്തിൽ നമുക്ക് കാണുന്നത് അതാണ്. ആർക്കെങ്കിലും എതിരാവട്ടെ, എതിരാവാതിരിക്കട്ടെ, നമ്മൾക്ക് പരലോകത്ത് അതൊരു ഹുജ്ജത്തായി എത്താൻ പാടില്ല. നമ്മളുടെ ജീവിതത്തിൽ ശരിയായ രൂപത്തിൽ ആ ഹദീസുകൾ നമ്മൾ പാലിക്കണം. ഇതാണ് സഹോദരന്മാരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയ രൂപത്തിൽ എനിക്ക് പറയുവാനുള്ളത്. നമ്മൾ ഹദീസിൻ്റെ എല്ലാ വശങ്ങളും അതിൻ്റെ പ്രാമാണികതയെ സംബന്ധിച്ച് അതിനെ പല രൂപത്തിൽ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരക്കാരുടെ സമീപനങ്ങളിലെ പാകപ്പിഴവുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ശരിയായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഈ ശരീഅത്തിൻ്റെ ഭാഗമായ സുന്നത്ത് നമ്മളുടെ ജീവിതത്തിൽ പകർത്തുകയും അങ്ങനെ
മുത്തഖീങ്ങളും മുവഹിദീങ്ങളുമായി മരിക്കാൻ അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും അനുഗ്രഹവും തൗഫീക്കും നൽകുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.